അവസാന നിമിഷത്തെ ഫോർമുല മാറ്റം കോടതി റദ്ദു ചെയ്തു. പഴയപടി റാങ്ക് പട്ടിക ഇന്നലെ അർദ്ധരാത്രി പുറത്തു വന്നു. അപ്പീൽ പോകുന്നില്ല എന്ന സർക്കാർ തീരുമാനിച്ചു. കുട്ടികൾ എന്തു ചെയ്യണം? അവരോട് എന്താണ് മറുപടി? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് കെ അരുൺകുമാർ CPM-ൽ നിന്ന്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിൽ നിന്ന്, ഹന്ന മറിയം വിദ്യാർത്ഥിനിയാണ്, ശ്രീ KK ഷനിത് രക്ഷിതാവു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിനോട് പ്രതികരണം തേടുകയുണ്ടായി. ഈ ഫോർമുല മാറ്റവുമായി ബന്ധപ്പെട്ടും മാർക്ക് വിതരണവുമായി ബന്ധപ്പെട്ടും മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മന്ത്രി R. ബിന്ദു പ്രതികരിച്ചത് ഇങ്ങനെയാണ്. മന്ത്രിസഭ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തത്. അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഫോർമുലയെ മുൻനിർത്തി തന്നെയാണ്. അതിലിപ്പോഴും യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അല്ല, ശുപാർശ ചെയ്തിരുന്നു എക്സ്പെർട്ട് കമ്മിറ്റി 5:3:1. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിങ്ങൾക്ക് വലിയ CID-കളാണല്ലോ. കോടതി ചോദിച്ചത്. കോടതി അതൊന്നും ചോദിച്ചിട്ടില്ല. വലിയ കോടതി ആവണ്ട, വലിയ കോടതികളാവണ്ട. അല്ല മാഡം, ശരി. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, കോടതി ഈ പുതിയ രീതി സാധ്യമല്ല എന്ന് തീരുമാനിക്കുകയും ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളുകയും ചെയ്തു. അതിന് പിന്നാലെ ഇന്ന് രാവിലെ എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് കേട്ടോ, ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ 10-15 മെസ്സേജുകൾ ഈ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കീം എക്സാം എഴുതി പുതിയ തീരുമാനപ്രകാരം റാങ്ക് പിന്നാക്കം പോയ കുഞ്ഞുങ്ങളുടെ മെസ്സേജുകൾ. സാധാരണ ഒരു വിഷയത്തിലും ഇപ്പം എൻ്റെ വ്യക്തിപരമായ നമ്പറൊക്കെ ഞാൻ വളരെ പ്രൈവറ്റായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ്. അത്തരം വിഷയങ്ങൾ നമ്മളെ പേഴ്സണലായി തേടി എത്താറില്ല. പക്ഷേ ഇന്ന് 10-15 മെസ്സേജുകൾ ഇന്ന് രാവിലെ എന്നെ തേടി എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ആകുലരാണ്, എത്രത്തോളം ആകാംക്ഷ അവർക്കുണ്ട്, ആശങ്ക അവർക്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തിപരമായി കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഘട്ടമാണ്. ഇപ്പോൾ മന്ത്രി പറയുന്നത് ശാസ്ത്രീയമാണ് ഈ രീതി എന്ന കാര്യത്തിൽ മന്ത്രിക്ക് സംശയമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അനുപാതം സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതില്ല. നിങ്ങളോട് എന്നത് പറയുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങളോട് എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും മന്ത്രി പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളോട് അത് പറഞ്ഞിട്ടുണ്ടോ? മൂന്നാമത്തേത്, വലിയ കോടതി ആവേണ്ടതില്ല എന്നുള്ളതാണ്. കോടതി ഇതൊന്നും ചോദിച്ചില്ല, അപ്പോൾ നിങ്ങൾ ആരും ചോദിക്കേണ്ടതില്ല. കോടതി വളരെ സാങ്കേതികമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഈ കുട്ടികൾക്ക് വേണ്ടി ആണ്, അവർക്ക് വേണ്ടിയാണ് ഈ തീരുമാനം എടുത്തത് എന്ന സർക്കാരിന്റെ വിശദീകരണം പോലും, മന്ത്രിയുടെ വിശദീകരണം പോലും കോടതി പരിഗണിച്ചിട്ടില്ല. കോടതി വളരെ സാങ്കേതികമായി നിങ്ങൾ ചെയ്ത ചാനൽ ശരിയല്ല, സമയം ശരിയല്ല എന്ന കാര്യം പരിഗണിച്ച് മാത്രം ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. അപ്പോ കുഞ്ഞുങ്ങളോട് എന്തു പറയും? ഇവിടെ 2011 മുതൽ ഒരു പ്രത്യേക ഫോർമുലയാണ് ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നീറ്റ് പരീക്ഷ എഴുതും, മെഡിക്കൽ എൻട്രൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ കീം പരീക്ഷ എഴുതും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാർക്ക് 50:50 എന്ന രൂപത്തിൽ എടുക്കുമ്പോൾ 1:1 50% എന്ന രൂപത്തിൽ +2-ന്റെ മാർക്കും അതുപോലെ തന്നെ കീം എക്സാമിനേഷന് കിട്ടുന്ന മാർക്കുമാണ് പരിഗണിക്കുക. അത് 1:1 എന്ന രൂപത്തിലായിരുന്നു അതിന്റെ ഒരു അനുപാതം കണക്ക് കൂട്ടിയിരുന്നത്. അത് 150:90:60 എന്ന രൂപത്തിൽ മാത്സിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് മാറ്റം വരുത്തി. ആ മാർക്ക് മാറ്റം വരുത്താൻ 14 വർഷമായിട്ട് തുടരുന്ന രീതിയിൽ നിന്ന് മാറ്റം വരുത്താൻ കാരണം CBSE കുട്ടികൾക്ക് കിട്ടുന്ന മാർക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിൽ +2 പാസ്സാകുന്ന കുട്ടികൾക്കും കിട്ടുന്ന മാർക്ക് ഒരേ മാർക്കാണെങ്കിലും 14 വർഷമായി സ്റ്റാൻഡേർഡൈസേഷൻ സമീകരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഫോർമുല കാരണം അവസാനം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ വലിയ മാറ്റം വരികയാണ്. ഇപ്പൊ 266 മാർക്ക് കിട്ടുന്ന ഒരു കുട്ടി, അത് CBSE-യിലാണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡൈസേഷന്റെ ഭാഗമായി 283.97 മാർക്ക് വരും. 266 മാർക്ക് തന്നെ കിട്ടുന്ന സ്റ്റേറ്റ് സിലബസിലെ കുട്ടിയുടെ മാർക്ക് ഇത്തരത്തിൽ സമീകരണം വരുത്തുമ്പോൾ അത് 260 കുറയും. അതായത് CBSE പഠിച്ച കുട്ടിക്ക് കിട്ടുന്ന അതേ മാർക്ക് തന്നെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടിക്ക് കിട്ടിയാലും ഈ കണക്ക് കൂട്ടലിന്റെ മാനദണ്ഡ പ്രകാരം CBSE കുട്ടിക്ക് 10-20 മാർക്ക് കൂടുതൽ കിട്ടുമ്പോൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടിക്ക് മാർക്ക് കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി പരിഗണിച്ച സ്റ്റേറ്റ് ഫയൽ ചെയ്ത കൗണ്ടർ അഫിഡവിറ്റിലെ ആ സമീകരണത്തിന്റെ ഒരു പട്ടിക ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. താങ്കൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മനസ്സിലാവും. ഗ്ലോബൽ മീൻ അതുപോലെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എല്ലാം അതിൽ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പുതിയ ഫോർമുല പ്രകാരം അത് നോക്കുമ്പോൾ
രണ്ടുപേർക്കും മാർക്കുകൾ തമ്മിൽ വ്യത്യാസമില്ല. അതിന്റെ അവസാനത്തെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ 266 കിട്ടുന്ന കുട്ടിക്ക് CBSE ആണെങ്കിൽ ഈ പുതിയ ഫോർമുല പ്രകാരം അത് കണക്ക് കൂട്ടുമ്പോൾ 263.4 ആകും. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് സിലബസിൽ 266 മാർക്കാണെങ്കിൽ ഇതേപോലെ തന്നെ 263.4 തന്നെയാണ്, ഒരേ മാർക്ക് തന്നെയാണ് ഇതിന്റെ ഫോർമുല പ്രകാരം കണക്ക് കൂട്ടുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ വേണ്ടി പരിഗണിക്കാൻ വേണ്ടി സമീകരണത്തിന്റെ ഭാഗമായിട്ട് വരിക. അപ്പൊ 14 വർഷമായി ഇത്തരത്തിൽ CBSE കുട്ടിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന മാർക്ക് കിട്ടുകയും ഒരേ മാർക്കാണെങ്കിൽ പോലും സമീകരണത്തിന്റെ ഭാഗമായി ഉയർന്ന മാർക്കായി പരിഗണിക്കപ്പെടുകയും സ്റ്റേറ്റ് സിലബസിലെ കുട്ടിക്ക് അതേ തുല്യ മാർക്ക് കിട്ടിയാലും സമീകരണത്തിന്റെ ഭാഗമായി മാർക്ക് താഴേക്ക് പോകുന്ന ഒരു വിവേചനമുണ്ട്. ആ വിവേചനം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത്. അങ്ങ് വളരെ സാങ്കേതികമായതും ഈ വിഷയവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാകുന്നതുമായ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാനത് മുഴുവൻ അങ്ങ് പൂർത്തീകരിക്കട്ടെ എന്ന് വിചാരിച്ചത്. ഈ വിഷയം ഇന്നലെ അടക്കം അതിനു മുൻപും ഈ കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ വന്നപ്പോഴൊക്കെ സിംഗിൾ ബെഞ്ചിലേക്ക് പോയപ്പോഴും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയപ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ ആ പ്ലാൻ പൊളിഞ്ഞല്ലോ, അത് കോടതി അംഗീകരിച്ചില്ലല്ലോ. പക്ഷേ ആ പ്ലാൻ പ്രകാരം അത് നടക്കാതെ വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അവരോട് എന്ത് പറയും എന്നാണ് ചോദിച്ചത്. അവരോട് എന്ത് പറയും എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന് വേണ്ടി മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് നിങ്ങളോട് പറയേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ആര് എപ്പോ എങ്ങനെ പറയും? ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കും? താങ്കളിത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിന്റെ പ്രോസ്പെക്ടസ് വന്നത് 19/2 ഫെബ്രുവരി 19 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 10/3 മാർച്ച് 10. എക്സാമിനേഷൻ നടന്നത് ഏപ്രിൽ മാസം 23 മുതൽ 29 വരെയുള്ള തീയതികളിലാണ്. അതിനുശേഷം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് കൃത്യമായി ജൂലൈ മാസം 1 തീയതിയാണ്. അതിന് 1 മണിക്കൂർ മുമ്പ്, പബ്ലിഷ് ചെയ്യുന്ന ടൈമിന് 1 മണിക്കൂർ മുമ്പാണ് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത്. ഏതെങ്കിലും തരത്തിൽ ഈ മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പരീക്ഷയ്ക്ക് ഇച്ചിറോടെ നന്നായി പഠിച്ചേനെ എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇവിടെ ഉള്ള മാനദണ്ഡ പ്രകാരം തന്നെ, അതായത് കഴിഞ്ഞ 14 വർഷം വരെ തുടർന്ന മാനദണ്ഡ പ്രകാരം തന്നെയാണ് ഈ എക്സാമിനേഷൻ നടന്നത്. മാർച്ച് 23 മുതൽ 29 വരെ എക്സാമിനേഷൻ നടന്നത്. റിസൾട്ട് വരുന്നത് 2 മാസം കഴിഞ്ഞ് 1/7 ഇതിന്റെ മാനദണ്ഡങ്ങളിൽ തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്ന അതേ ഫോർമുലയിലേക്ക് മാറി. അത് കേരളത്തിലെ കുട്ടികൾക്ക് തുല്യ പരിഗണന കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു തരത്തിലും ഒരു വിവേചനം കാണിക്കാനല്ല, തുല്യത സമത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫോർമുലയിൽ മാറ്റം വന്നു, കോടതി അത് അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് നേരത്തെ പരീക്ഷ 2-3 മാസം നടന്ന പരീക്ഷയിൽ ഞാൻ മെച്ചപ്പെട്ട രീതിയിൽ പഠിച്ചേനെ എന്ന് പറയാൻ കഴിയില്ല. അത് കുട്ടികളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഇത് കൃത്യമായി ഒരു സമീകരണം ഉണ്ടാക്കിയത് സമത്വത്തിന് വേണ്ടിയിട്ടാണ്. അത് വൈകിപ്പോയി, ഇംപ്ലിമെന്റ് ചെയ്ത് വൈകിപ്പോയി എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. തമിഴ്നാട്ടിൽ അതേ ഫോർമുലയാണ്, അവിടെ പരീക്ഷയില്ല, മറിച്ച് മാർക്കിനെ CBSE മാർക്കിനെയും തമിഴ്നാട് സ്റ്റേറ്റിലെ മാർക്കിനെയും തുല്യതയോടെ ഇങ്ങനെ കാണുന്നു. അത് ചെറിയ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് കോടതി അംഗീകരിച്ചില്ല എന്ന് വെച്ചാൽ ഒരു കുട്ടിയെയും ബാധിക്കുന്നില്ല. കാരണം കുട്ടികൾ പരീക്ഷ എഴുതി 2 മാസം മുമ്പാണ്. ആ പരീക്ഷ എഴുതുമ്പോൾ പഴയ മാനദണ്ഡമാണ്, പഴയ മാനദണ്ഡം തന്നെയാണ് പ്രോസ്പെക്ടസിലുള്ളത്. ഒറ്റ മണിക്കൂർ കൊണ്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴും പഴയ മാനദണ്ഡ അടിസ്ഥാനപ്പെടുത്തി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ഒരു കുട്ടിയെയും ബാധിക്കുന്നില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കൊല്ലത്തേക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. ശരി, അത് നല്ലൊരു ഉത്തരമാണ്. കാരണം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സമയത്തോ പരീക്ഷ എഴുതുന്ന സമയത്തോ നിങ്ങൾക്ക് പുതുക്കിയ മാനദണ്ഡ പ്രകാരമുള്ള റിസൾട്ട് ആയിരിക്കും എന്ന് അവരോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കാനോ ഇനി ശരി കുറച്ച് മാർക്ക് അധികം കിട്ടും എന്ന രീതിയിൽ പഠിക്കാതിരിക്കാനോ ഉള്ളൊരു സാധ്യത സർക്കാർ അവശേഷിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവസാനം വന്ന ഒരു തീരുമാനം കോടതി എടുത്ത് കളഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അവരുടെ ശ്രമത്തെയോ അവരുടെ ആഗ്രഹങ്ങളെയോ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു റാങ്ക് ലിസ്റ്റ് പുറത്തു വരുമ്പോൾ എനിക്ക് 1ാം റാങ്ക് കിട്ടി എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതനുസരിച്ചുള്ള കോളേജും സംവിധാനങ്ങളെ പറ്റിയും ചിന്തിച്ചതിന് ശേഷം ആ റാങ്ക് ലിസ്റ്റ് ആ നിലയ്ക്കല്ല മാർക്ക് ഉണ്ടാവുക, ആ നിലയ്ക്കല്ല റാങ്ക് ഉണ്ടാവുക എന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന മാനസിക പ്രശ്നവും സമ്മർദ്ദവും അവിടെ നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങിലേക്ക് ഒരു ചോദ്യവുമായി വരികയും ചെയ്യാം. ഞാൻ അങ്ങിലേക്ക് വരാം ശ്രീ ജ്യോതികുമാർ ചമ്മക്കൽ. അതിനു മുമ്പ് ഹന്ന, ഇപ്പോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തീരുമാനം നിങ്ങൾക്ക് അനീതിയായി തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് കുട്ടികൾക്ക്, പ്രത്യേകിച്ചും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അനീതിയായി തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് അനീതിയായി തോന്നിയിട്ടുള്ളത്? ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നിങ്ങൾ പഠിച്ചപ്പോഴും പരീക്ഷ എഴുതിയപ്പോഴും ഇങ്ങനെയാണ് മാർക്ക് വരിക എന്നുള്ളത് തന്നെയായിരുന്നു നിലനിന്നിരുന്ന രീതി. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഒരു മാറ്റമുണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചു, നടന്നില്ല. അത് നിങ്ങളെ ബാധിച്ചിട്ടില്ലല്ലോ എന്നാണ് ഉള്ള ചോദ്യം. ഹന്നയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ കഴിഞ്ഞ കൊല്ലം പാസ് ഔട്ട് ആയതാണ്, 2024 പാസ് ഔട്ട് ആയതാണ്. അപ്പോൾ 27 മാർക്കായിരുന്നു റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് സിലബസിന്റെ. അപ്പോൾ അത് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്തത്, 1 ഇയർ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഈ കൊല്ലം പാസ് ഔട്ട് ആയ സ്റ്റേറ്റ് സിലബസിലെ സ്റ്റുഡൻസിന്
ഞങ്ങൾക്ക് 27 അവർക്ക് 5 or 6 അത്രയും കണ്ടാണ് മാർക്ക് കുറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവരുമായിട്ട് ഒരുപാട് മാർക്കിന് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഒരുപാട് റാങ്ക് താന്നു. പിന്നെ കഴിഞ്ഞ വർഷം പാസ് ഔട്ടായ CBSE അതുപോലെ ഈ വർഷം പാസ് ഔട്ടായ സ്റ്റേറ്റ് CBSE അവരുമായിട്ടും ഒരുപാട് റാങ്കിന് 20 മാർക്ക് 8 മാർക്ക് ഒക്കെ വരുമ്പോൾ തന്നെ ഞങ്ങൾ 47 മാർക്കിലൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത്രയും മാർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് റാങ്ക് വേരിയേഷൻ വരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഒട്ടും ഫസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റ് വന്നു. അത് വന്നിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റായിട്ടിരിക്കുകയാണ്. ഈ കോളേജ് നമുക്ക് നോക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്ന് കഴിയുമ്പം ഒരു 7 ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പം അടുത്ത റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഷോക്കായി പോയത്. അല്ല, നിങ്ങൾ ഈ അഡ്മിഷൻ പരിപാടികളിലേക്കോ നടപടികളിലേക്കോ കടന്നിട്ടുണ്ടായിരുന്നോ? കോളേജ് ഏതാണ് എന്ന് തീരുമാനിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നോ ഈ ഒരു 7 ദിവസത്തിനുള്ളിൽ? അത്രയും ദിവസത്തിനുള്ളിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഓരോ കോളേജിന്റെ എടുത്ത് നോക്കി ഇപ്പൊ ഇത് ഈ കോളേജ് കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച നമ്മൾ ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇല്ലാതെ പെട്ടെന്ന് ഒരു റാങ്ക് ലിസ്റ്റ്, വേറൊരു റാങ്ക് ലിസ്റ്റ് ഇന്നലെ വന്നപ്പോ അത് ഭയങ്കര ഷോക്കായിരുന്നു. അതില് എന്റെ ഒരു 4800 റാങ്ക് താന്നുപോയി. അതൊട്ടും ഞാൻ പ്രതീക്ഷിച്ചല്ല. ഇങ്ങനെ റാങ്ക് മാറ്റും, എല്ലാവർക്കും നീതി വേണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ പുതിയ റാങ്ക് വന്നത്. അത് കുഴപ്പമില്ല, എല്ലാവർക്കും കറക്റ്റ് കിട്ടണം. പക്ഷെ ഇത്രയും ഒരു റാങ്കിൽ ഒരു ഡിഫറൻസ് വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു 2000 ഒക്കെയാണ് ഞാൻ ഓർത്ത് നോക്കിയപ്പോ ഒരു ഇത്രയും 4800 ഒക്കെ വന്നപ്പോ അത് ഭയങ്കര ഷോക്കായി. അതുണ്ടാക്കിയ മാനസിക ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഹന്ന പറയുന്നത്. അത് പഠിക്കുമ്പോഴോ പരീക്ഷ എഴുതുമ്പോഴോ ഉള്ള പ്രശ്നമല്ല. റാങ്ക് വന്നതിന് ശേഷം മറ്റൊരു റാങ്ക് പട്ടിക വരികയും അതിൽ താഴേക്ക് പോവുകയും ചെയ്തപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം സംബന്ധിച്ച മാനസിക സമ്മർദ്ദത്തെ കുറിച്ചാണ് ഹന്ന പറഞ്ഞത്. ഞാൻ ഹന്നയിലേക്കും തിരികെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഇപ്പോ ഈ വിദഗ്ധ സമിതി ശുപാർശ ചെയ്ത ശുപാർശകൾ നടപ്പിലാക്കാനുള്ള ശ്രമമല്ല, അതിനപ്പുറത്തേക്കുള്ള ചില നീക്കങ്ങളാണ് നടന്നത് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു പ്രതിപക്ഷ യുവജന സംഘടനാ നേതാക്കളൊക്കെ. അതായത് ഈ അനുപാതം അത് 1:1:1 എന്ന് അത് വളരെ സാങ്കേതികമായി വിശദീകരിക്കുകയും ചെയ്തു അഡ്വക്കേറ്റ് കെ സരൺകുമാർ. അത് 5:3:2 എന്നൊരു അനുപാതത്തിലേക്ക് മാറിയതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം മന്ത്രിയോട് ചോദിക്കുമ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു കുറുക്കുവഴിക്കുള്ള നടപടികളായിരുന്നോ? സ്റ്റേറ്റ് സിലബസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കുറുക്കുവഴി ശ്രമമായിരുന്നു എന്നൊരു വിമർശനം സ്വാഭാവികമായി ഉന്നയിക്കപ്പെടും. പക്ഷെ അതിനോട് സർക്കാർ പ്രതികരിക്കില്ല. നോക്കൂ, ഇവിടെ മാധ്യമങ്ങൾ ഇന്ന് മന്ത്രിയോട് ചോദിച്ചപ്പോൾ അവരുടെ ക്ഷോഭമൊക്കെ നമ്മൾ കണ്ടു. എന്തിനാണ് മാധ്യമങ്ങൾ അവിടെ പോയി ചോദിക്കുന്നത്? അവിടെ നിൽക്കുന്ന റിപ്പോർട്ടർമാരുടെ മക്കളാരെങ്കിലും പഠിക്കുന്നതുകൊണ്ടാണോ? കേരളത്തിലെ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് അഡ്മിഷന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നിലധികം റിസൾട്ടുകൾ ഒരേ അക്കാഡമിക് ഇയറിൽ തന്നെ എൻട്രൻസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് കിട്ടുന്നയാൾ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ മോശം റാങ്ക് ആകുന്നു, ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ മോശം റാങ്ക് കിട്ടിയാൽ രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിൽ മോശമാകുന്നു. അങ്ങനെയാണോ കുട്ടികളുടെ ഭാവി കൊണ്ട് പന്താടേണ്ടത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാതലായ വിഷയം ഈ പൊതുസമൂഹത്തിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കാത്തു നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് സ്വാഭാവികമായി ഉന്നയിക്കേണ്ട ഒരു ചോദ്യം ഈ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ, മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ മന്ത്രി കൃത്യമായും വ്യക്തമായും മറുപടി പറയണ്ടേ? ഇവിടെ CPM-ൻ്റെ പ്രതി പറഞ്ഞെന്താ, ഒരു മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചു, നടന്നില്ല, നിങ്ങൾക്ക് നഷ്ടമില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ സ്വാഭാവികമായി ആദ്യത്തെ റാങ്കിൽ നല്ല റാങ്ക് കിട്ടിയവർ, ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് കിട്ടിയവരെ സംബന്ധിച്ച് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ പുറകോട്ട് പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വന്നവർ സ്വാഭാവികമായിട്ടും ആദ്യത്തെ റാങ്കിൽ പറയുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരുടെ മാനസിക ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് താങ്കൾ പരിശോധിച്ചിട്ടുണ്ടോ? ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതി പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല. ശരിയാണ്, നെറ്റ് റിസൾട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ അതേ മെത്തേഡിൽ തന്നെ എൻട്രൻസ് നടക്കുന്നുണ്ട്. പക്ഷേ ചോദ്യം സർക്കാരിനോടാണ്. ആരാണ് ഇത്തരത്തിലൊരു മാറ്റത്തിന് ശുപാർശ ചെയ്തത്? എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മുടെ കൈവശമുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ കാലാകാലങ്ങളിലായി എൻട്രൻസിന് 5:3:2 ആണ് മാർക്ക് എടുക്കാറുള്ളത്. പിന്നെ അതിനുശേഷം ഈ ഇതിൻ്റെ മെത്തേഡ്, അതായത് കുട്ടികളുടെ മാർക്ക് കുട്ടിക്ക് കിട്ടിയിട്ടുള്ള എലിജിബിലിറ്റിക്ക് ക്വാളിഫയിങ് എക്സാമിനേഷൻ കിട്ടിയിട്ടുള്ള മാർക്കിനെ സംബന്ധിച്ച് അത് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടി ഒരു മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. അത് 2011 മുതൽ ഈ സംസ്ഥാനത്ത് നിലവിലുള്ളതാണ്. അതിൻ്റെ മെത്തേഡിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏകദേശം 15ഓളം ക്രൈറ്റീരിയ, ഒരു സബ്ജക്റ്റിന് 5 ക്രൈറ്റീരിയ വെച്ച് 15ഓളം ക്രൈറ്റീരിയകൾ കണക്കാക്കിയിട്ടാണ് അത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് അഥവാ നോർമലൈസ് ചെയ്ത് ആ കുട്ടിയുടെ മാർക്കും എൻട്രൻസിൻ്റെ മാർക്കും കൂടെ ചേർത്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമുക്കറിയാം ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ മാത്രം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അഡ്മിഷനെങ്കിൽ പിന്നീട് മാർക്ക് ലിസ്റ്റിൽ വന്ന വ്യാജ മാർക്ക് ലിസ്റ്റും ഒക്കെ വന്നപ്പോഴാണ് എൻട്രൻസ് പ്രീ ഡിഗ്രി കാലത്ത് അതിനുശേഷം എൻട്രൻസും കൂടെ ചേർത്ത് തുടങ്ങി.
ഇപ്പോൾ പിന്നീട് എൻട്രൻസും അതുപോലെ എൻട്രൻസിൻ്റെ പരീക്ഷ മാത്രമാകുമ്പോൾ അതിന് അതിൻ്റേതായ പോരായ്മകളുണ്ട് എന്ന് കണ്ടുകൊണ്ട് പാഠ്യപദ്ധതികളുടെ ഭാഗമായിട്ടുള്ള മാർക്കുകൾ കൂടി ക്ലബ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാക്കി 2008 ആരംഭിച്ച് 4-4.5 വർഷം കഴിഞ്ഞ് 2011 ഇംപ്ലിമെൻറ്റ് ചെയ്ത മെത്തഡോളജി തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ച് വന്നുകൊണ്ടിരുന്നത്. അല്ല, ഈ മെത്തഡോളജി മാറ്റം തർക്കമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ പരീക്ഷ ഇവർ ഈ ട്രെയിനിങ് നടക്കുന്നുണ്ട്, ഈ പരീക്ഷ വരുന്നുണ്ട്, അതിന്റെ ഫലം വരുന്നുണ്ട്, റാങ്ക് പട്ടിക വരുന്നുണ്ട് എന്നുള്ളത് ഈ പരീക്ഷാ ഫലം വരുന്നതിന് 1 മണിക്കൂർ മുൻപ് മാത്രമാണോ അറിയുന്നത്? അങ്ങനെ ചോദിച്ചാൽ അതിനപ്പുറവും ചോദിക്കാനുണ്ട്. എത്ര കാലം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് പിടിച്ചു വെച്ചിരുന്നു ഈ ഫയൽ? എന്തുകൊണ്ടാണ് സമയത്ത് തീരുമാനമെടുക്കാതിരുന്നത്? ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയോഗിച്ചു. ആ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണോ മന്ത്രിസഭ പാസ്സാക്കിയിട്ടുള്ളത്? നോക്കൂ, എൻട്രൻസിന് 5:3:2 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ മാർക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെ 5:3:2 ആക്കണം എന്ന് അല്ലെങ്കിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ആ റിപ്പോർട്ടിൻ്റെ പ്രസക്തമായ ഒരു ഭാഗം മാത്രം ഒന്ന് വായിച്ചു പോകാം. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു, ദ കമ്മിറ്റി ഒപ്പീൻ ദാറ്റ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ഫോർമുല ഓർ മേക്കിംഗ് എനി മോഡിഫിക്കേഷൻ ടു ദ എക്സിസ്റ്റിംഗ് വൺ വുഡ് ഓൺലി ബി പോസിബിൾ ആഫ്റ്റർ തറോ ആൻഡ് ഡീറ്റെയിൽ സ്റ്റഡീസ്. വളരെ തറവായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിക്ക് ശേഷം മാത്രമേ ഇപ്പോഴുള്ളതിൽ ചേഞ്ച് വരുത്തുന്നതിനോ പുതിയൊരു ഫോർമുല കൊണ്ടുവരുന്നതിനോ സാധ്യമാവുകയുള്ളൂ. ഇറ്റ് മസ്റ്റ് ഓൾസോ ബി എൻഷുവേർഡ് ദാറ്റ് എനി ന്യൂ ഫോർമുല ഈസ് ഡെമോൺസ്ട്രബിളി ബെറ്റർ ദാൻ ദ കറണ്ട് വൺ. As it needs more time, as it needs more time, the committee concluded that implementing a new formula this year is not feasible. അപ്പോൾ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുക. ആ എക്സ്പേർട്ട് കമ്മിറ്റി സർക്കാരിന് പിന്നെ എന്താ പറയുക, റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിൽ വളരെ സ്പെസിഫിക്കായി പറയുന്നു, ഈ വർഷം നിങ്ങൾ മോഡിഫൈ ചെയ്യരുത് എന്ന് പറയുന്നു. എന്നിട്ട് മോഡിഫൈ ചെയ്യാനുള്ള ചേതോ വികാരം എന്ത് എന്ന് മന്ത്രി പറയണ്ടേ? കൃത്യമായി മറുപടി പറയണ്ടേ? മാത്രമല്ല, ആ മന്ത്രിസഭയിൽ അത് കൊണ്ടുവന്നപ്പോൾ എതിർത്ത മന്ത്രിമാർ ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായി പറയുന്നുണ്ടല്ലോ. ആ മന്ത്രിമാരുടെ എതിർപ്പിനെ പോലും വകവയ്ക്കാതെ എങ്ങനെയാണ് മുന്നോട്ട് പോയത്? മാത്രമല്ല, എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ, ഒരു പ്രോസ്പെക്ടസിൽ ഈ എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് വളരെ സ്പെസിഫിക്കായി തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എത്രയോ കേസുകൾ കണ്ടിട്ടുള്ളതാണ്. മെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നെ നമ്മൾ എത്രയോ മാസങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോസ്പെക്ടസ് ഇറക്കുമ്പോൾ അതിന് എത്രത്തോളം വാല്യൂബിൾ ആണ് ആ ഡോക്യുമെൻ്റ് എന്ന് നമുക്കറിയാം. എന്നിരിക്കെ ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് ഇപ്പോൾ അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു തരട്ടെ, ഗൗരവമുള്ള വിഷയമല്ലേ സംസാരിക്കുന്നത്. ഇത്തരത്തിൽ ജൂൺ 30 തീരുമാനിക്കുകയും ജൂലൈ 1 ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്രാവശ്യം ഇത് അപ്രയോഗിക്കാമെന്ന് മാത്രമല്ല മന്ത്രിമാർ പറയുന്നു. ഏറ്റവും അവസാനം കോടതിയിൽ ചെന്നപ്പോൾ ഇത് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എല്ലായിടത്തും തിരിച്ചടി കിട്ടിയിട്ട് വന്നിട്ട് പറയുകയാണ്, ഞങ്ങളൊരു മാറ്റം വരുത്തിയിട്ടില്ലല്ലോ, കുട്ടികൾക്ക് എന്ത് നഷ്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ കുട്ടികളുടെ മാനസികാവസ്ഥ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ എൻട്രൻസ് കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ ഇപ്പോൾ പറഞ്ഞല്ലോ, പലരും പല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയവരാണ്. ഞാൻ അവരെ CBSE-കാരെന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസുകാരെന്നോ ഒന്നും തരംതിരിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികളാണ്. CBSE ഈ സംസ്ഥാനത്ത് പഠിച്ചിട്ടുള്ളവർ നമ്മുടെ കുട്ടികളാണ്, പിന്നെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ടുള്ളവർ നമ്മുടെയാണ്, ICSE എല്ലാം നമ്മുടെയാണ്. പക്ഷേ ആ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മനോവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ 10-17 വയസ്സായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരിഷ്ടപ്പെട്ട സ്കൂളിൽ കോളേജിൽ അവർ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കാത്തിരിക്കുമ്പോൾ അവർക്ക് നല്ല റാങ്ക് കിട്ടിയെന്ന് അറിയുകയും ഒരാഴ്ച കഴിയുമ്പോൾ ആ റാങ്ക് മാറിയിരിക്കുന്നു, തനിക്ക് ഒരു കാരണവശാലും ആ കോളേജിൽ കിട്ടില്ല എന്നും അറിയുമ്പോൾ ഒരു മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നും മനസ്സിലാക്കണം. അതിന് ഉത്തരവാദി ആര്? അവിടെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഈ മന്ത്രിക്കും മന്ത്രിസഭയ്ക്കുമാണ്. ആ മന്ത്രിസഭയിൽ തന്നെ എന്തുകൊണ്ടാണ് മന്ത്രിമാർ അവിടെ പിന്നെ നിഷേധിച്ചത്, എതിർത്തത്? ഇത് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ആര് ചുമതലപ്പെടുത്തിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി കുട്ടികളുടെ ഭാവി പന്താടുമ്പോൾ? അപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം മന്ത്രിമാർ സംസാരിക്കാൻ. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലായി കാര്യങ്ങൾ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളോട് പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ ധിക്കാരമെന്ന് പറയും, ഇതിനെ ധാർഷ്ട്യമെന്ന് പറയും, ഇതിനെ അഹങ്കാരം എന്ന് പറയും. അത് ഈ മന്ത്രിക്കുള്ളതും മുഖ്യമന്ത്രിക്കുള്ളതും ഇത് തന്നെയാണ് എന്ന് സമീപകാല സംഭവങ്ങൾ നമ്മളെ തെളിയിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ കെ ഷനിത്, ഇപ്പോൾ നമുക്കറിയാം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഏതാണ്ട് ഒരു വർഷക്കാലം യുദ്ധസമാനമായ സാഹചര്യത്തിൽ പഠിക്കുന്നവരാണ്. മണിക്കൂറുകൾ മാത്രം ഉറങ്ങി പഠിക്കുന്നവരാണ്. ബാക്കി മുഴുവൻ സമയവും എന്നതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നതാണ്. അവിടെ പരീക്ഷ എന്ന് പറയുന്നത്, പഠനം എന്ന് പറയുന്നത്, അതിനുശേഷം സ്കോറിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത്, സ്കോർ കിട്ടുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ സ്ട്രീമിലേക്ക് പോയിട്ടുള്ള ആളുകൾക്ക് ഒരു കാലഘട്ടത്തിൽ മനസ്സിലുണ്ടാകും. പക്ഷെ അപ്പോഴും ഇതായിരുന്നില്ല മാനദണ്ഡം. അത്രയും എഫേർട്ട് എടുത്ത്, അത്രയും അത്യധ്വാനം ചെയ്ത് കഠിനമായി പരിശ്രമിച്ച് ഒരു സ്കോർ കിട്ടിയതിന് ശേഷം ഇന്നതാണ് കോളേജ്, ഇന്നതാണ് എൻ്റെ പഠനമാർഗം എന്ന് തീരുമാനിച്ചിരിക്കുന്ന കുട്ടികളുടെ മുന്നിലേക്കാണ് ഇത്തരത്തിലുള്ളൊരു തിരുത്ത് വരുന്നത്. അത് അത്ര ലഘൂകരിച്ച് കാണാൻ കഴിയുന്ന ഒന്നാണോ? കേൾക്കാവോ? എനിക്ക് കേൾക്കാം, പറയൂ. അതായത് ഇത്
ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് വളരെ ലാഘവത്തോടുകൂടി കാണുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പരീക്ഷ എഴുതിയ കുട്ടികളും ഇതിന് മുൻപ് വർഷത്തെ പരീക്ഷ എഴുതിയ കുട്ടികളൊക്കെ തന്നെ ഈ സിസ്റ്റം നടപ്പിലാവുന്നതിനെതിരായി അല്ലെങ്കിൽ ഈ സിസ്റ്റം നിലനിൽക്കുന്നതിനായി നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ വർഷം ആദ്യമായിട്ടുള്ള ആളുകൾ ഈ പരാതി പറയുന്നത്, കുട്ടികൾ പരാതി പറയുന്നത്. കുട്ടികൾ നേരത്തെ തന്നെ ഈ വിവേചനത്തിനെതിരായി പരാതി പറയുകയും വർഷങ്ങളായി ഇപ്പൊ 2012 മുതൽ ഈ സംവിധാനം നിലനിന്ന് പോവുകയും ഒരു വലിയ വിവേചനം നിലനിൽക്കുകയും ചെയ്യാം. ഇപ്പൊ 300 മാർക്ക് 3 വിഷയത്തിൽ ഫുൾ വിഷയം മാർക്ക് കിട്ടിയ കുട്ടിയുടെ 25 മാർക്ക് കുറയ്ക്കുകയും അയാൾക്ക് ഒരു കാരണവശാലും ഈ പരീക്ഷയിൽ 1ാം റാങ്കുകാരനോ 2ാം റാങ്കുകാരനോ ആകാൻ കഴിയില്ല. കാരണം അവന്റെ മാർക്ക് 25 കുറയും. CBSE പഠിക്കുന്ന കുട്ടികൾക്ക് 7 മാർക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യുമ്പോൾ ഈ പരീക്ഷയിൽ ഒരു കാരണവശാലും ഈ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു കാരണവശാലും 1ാം റാങ്കുകാരനോ 2ാം റാങ്കുകാരനോ ആകാൻ കഴിയില്ല എന്നുള്ള വസ്തുത കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിലനിൽക്കുന്നു. അത് ഒരു ഭാഗത്ത് അതൊരു ശരിക്കും വിവേചനമല്ലേ? ആ വിവേചനം ഒരാളും ഇതുവരെ അഡ്രസ് ചെയ്യുന്നില്ല എന്നാണ്. മാറി വരുന്ന സർക്കാരുകളാലും ആരും അഡ്രസ് ചെയ്തില്ല. ആ കുട്ടികൾ വിവേചനം നേരിട്ടു. ഇപ്രാവശ്യം പരീക്ഷ ചെയ്ത കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ട് അതിനൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അവരത് മാറ്റം വരാൻ ആഗ്രഹിച്ചുകൊണ്ട് പരീക്ഷ ചെയ്തതാണ്. പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് ഇത് മാറ്റം വരുന്ന അഭിപ്രായമില്ല. അവർ കഠിനാധ്വാനം മധു നേരത്തെ പറഞ്ഞതുപോലെ വിനോദവും വിജ്ഞാനം വേറെ ഒരു കാര്യമില്ലാതെ കല്യാണത്തിന് പോകാതെ മരണ വീടുകളിൽ പോകാതെ ബന്ധുവീടുകളിൽ പോകാതെ യാത്ര പോകാതെ അച്ഛനും അമ്മയും മറ്റു സഹോദരങ്ങളും യാത്ര പോകുമ്പോൾ ഇവൻ ഇരുന്ന് പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ച കുട്ടി പരീക്ഷ എഴുതി അവന്റെ ഒരു സുപ്രഭാതത്തിൽ അവന് അതും വളരെയേറെ കാത്തിരുന്നതിന് ശേഷമാണ് ഈ കീവന്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോ ഒരു കുട്ടിക്ക് 850 നമ്പർ ഒരു റാങ്ക് കിട്ടുന്നു. 850 നമ്പർ റാങ്ക് കിട്ടുന്ന കുട്ടി എന്താ മനസ്സിലാക്കുന്നത്? അവന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരിതിനെ കുറിച്ച് വെൽ സ്റ്റഡി ഓരോ ദിവസവും നെറ്റിൽ നോക്കി എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന കോളേജ് കിട്ടും, നമ്പർ 1 കോളേജ് കിട്ടും, നമ്പർ 2 കോളേജിൽ കിട്ടും എന്ന് മനസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിക്ക് ഒരു നമ്പർ കിട്ടി. ആ കുട്ടി അവിടെ ചേരാനുള്ള മാനസികമായ തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സാമൂഹ്യമായി നാട്ടിൻപുറത്തൊക്കെ തന്നെ സാധാരണക്കാരന്റെ മക്കൾ ഈ വലിയ വിജയം നേടുമ്പോൾ ആളുകൾ വലിയ സ്വീകരണങ്ങൾ, എല്ലാ സംഘടനകളും ചേർന്ന് അവർക്ക് അനുമോദനം നൽകുന്നു. ഇതൊക്കെ ഏറ്റുപോകുന്നവര് 1ാം തീയതിയാണ് കീവിന്റെ റിസൾട്ട് വരുന്നത്. 8ാം തീയതിക്ക് ശേഷമാണ് ഈ റിസൾട്ട് മാറ്റി ഇപ്പോ 500ാം നമ്പർ റാങ്ക് കിട്ടിയ കുട്ടിക്ക് വീണ്ടും ഒരു മെസ്സേജ് അല്ല ഒരു അറിയിപ്പ് 3B വരികയാണ്. എന്റെ നമ്പർ 1500ലേക്കോ 2000ലേക്കോ പോയി. ആ കുട്ടിക്ക് ഈ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഭവമേ അല്ലാതെ നമ്മളതിനെ നിസ്സാരവൽക്കരിച്ചിട്ട് കാര്യമില്ല. അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ പഠിച്ച കുട്ടി ഇപ്പൊ നമ്മളിപ്പോ ഈ കീവിന്റെ റിസൾട്ട് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മുടെ സമീപ സംസ്ഥാനങ്ങൾ ഇപ്പോ വലിയ കോളേജുകൾ, അതായത് വലിയ പ്ലേസ്മെന്റ് ഉണ്ടെന്ന് കുട്ടികൾ ധരിക്കുന്ന പ്ലേസ്മെന്റ് ഉള്ള VIT പോലെ NIT പോലെ അതുപോലെ ബാംഗ്ലൂരൊക്കെയുള്ള മറ്റു കോളേജുകൾ പോലെ ബിറ്റ്സാറ്റ് പോലുള്ള കോളേജുകളിലേക്ക് ഇവർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് പഠിക്കാൻ ചിലപ്പോൾ ചില ആളുകൾ തയ്യാറാണ്. കാരണം ലോണുകളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ചേർന്ന കുട്ടികൾ ചില കോളേജുകൾ മൈസൂരും ബാംഗ്ലൂരും ഒക്കെ പോയി ചേർന്നു. കാരണം അതിന് കാരണമുണ്ട്. കാരണം കീവിന്റെ റിസൾട്ട് വൈകിയത് കൊണ്ട് അവിടുത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അവരാണെങ്കിലോ ആദ്യ ഗഡു 2 ലക്ഷം അടയ്ക്കണം, 4 ദിവസം കഴിയുമ്പോൾ അടുത്ത ഗഡു അടയ്ക്കണം. വളരെ കഷ്ടപ്പെട്ട് ഈ കുട്ടികൾ വലിയ ലക്ഷക്കണക്കിന് രൂപ ഫീസ് അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു? സ്വാഭാവികമായി അവിടെ നിന്ന് പിൻവലിച്ച്, കാരണം അവർക്ക് ഇവിടുത്തെ അതിനേക്കാൾ മികച്ചതായിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. അതുകൊണ്ട് കുട്ടികൾ അവിടുന്ന് ഇത് ക്യാൻസൽ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ വന്നു കഴിയുമ്പോഴാണ് പുതിയ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല, നിങ്ങൾ അതിനൊക്കെ ഒരുപാട് പിന്നോക്കം പോകണം എന്ന് പറയുന്നത്. ശരി, ഏറ്റവും സങ്കടകരവും ഏറ്റവും നിസ്സഹായമായ ഒരു അവസ്ഥ അതാണ്. ഈ ഡിസ്കണ്ടിന്യൂ ചെയ്ത് തിരിച്ചു വന്ന കുട്ടികളുണ്ട് പലരും. അവർക്ക് മുന്നോട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. ഇനിയും വീണ്ടും പുറത്തേക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കണമെങ്കിൽ ആദ്യം മുതലുള്ള പണം നൽകേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ബുദ്ധിമുട്ടി വിളിച്ച് പറയുന്ന കുട്ടികളുമുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, അപ്പൊ അങ്ങ് ആദ്യഘട്ടത്തിൽ വളരെ സമയമെടുത്ത് വളരെ കൃത്യമായി വിശദീകരിച്ചു എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു പുനഃക്രമീകരണത്തിന് ഈ പ്രോസ്പെക്ട് എക്സ്ചേഞ്ച് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വൈകിയ സമയത്താണെങ്കിലും പോയത്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് കുട്ടികളുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവർക്ക് അനീതിയുടെ മാർഗത്തിൽ മാർക്ക് നഷ്ടപ്പെടരുത് എന്ന ഉറച്ച ബോധ്യത്തോടെയായിരുന്നു എന്നങ്ങ് വിശദീകരിച്ചു. പക്ഷേ അതിന്റെ സമയം എന്തുകൊണ്ടാണ് ഇങ്ങനെ? കാലതാമസത്തിന് ആര് മറുപടി പറയും? ആര് ഉത്തരവാദിത്തപ്പെടും? ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചോദിക്കുന്നു. മറ്റൊന്ന്, ഈ പുതിയ അനുപാതം സംബന്ധിച്ച് എന്ത് പഠനമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത് എന്നതും ചോദിക്കുന്നു. ഇവിടെ ഞാൻ അങ്ങേക്ക് ഈ പ്രോസ്പെക്ടസിന്റെ പേജ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതിൽ 1.6 ഹൈക്കോടതിയുടെ ഉത്തരവിലും കോട്ട് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ആ 1.6 ഒറ്റ വരിയാണ്. The prospectus is subject to modification, addition, deletion as may be deemed necessary by the government. പ്രോസ്പെക്ടസിൽ ഇതൊക്കെ പറഞ്ഞിരുന്നാലും ഏത് തരത്തിലുള്ള അഡീഷനും വരുത്താം, മോഡിഫിക്കേഷനും വരുത്താം, ഡിലീഷനും വരുത്താൻ ഗവൺമെന്റിന് അധികാരമുണ്ട്.
അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ, പ്രോസ്പെക്ടസിൽ നിന്ന് മാറ്റം വരുത്താൻ അധികാരം ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മാറ്റം വരുത്താൻ തീരുമാനിച്ചത്. ഇത് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ അരുൺ ആർ നായർ IAS ആണ്. അരുൺ എസ് നായർ IAS, അദ്ദേഹമാണ് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ. അദ്ദേഹം തമിഴ്നാട്ടിലെ അടക്കം എൻട്രൻസ് എക്സാമിനേഷന് കോട്ട് ചെയ്യുന്ന ആ ഫോർമുല തന്നെയാണ് വിവിധങ്ങളായിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലും അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അധികാരമുണ്ട് എന്നുള്ളത്, ആ അധികാരം പക്ഷെ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല കോടതി ചോദിച്ചത് സർക്കാരിന് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് എപ്പോഴെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് ചോദ്യം എന്നുള്ളതാണ്. എപ്പോഴെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാലതാമസത്തിന് ആരുത്തരം പറയും എന്ന ചോദ്യം തന്നെ ഇവിടെ ഉണ്ടാകുന്നത്. ഒറ്റ കാര്യം, ഇതിപ്പോ ഒരു പരമോന്നത നീതിപീഠത്തിന്റെ വിധിയൊന്നും അല്ലല്ലോ. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധി, അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഡിവിഷൻ ബെഞ്ച് അതിൽ സ്റ്റേ ചെയ്യാൻ ഇടപെട്ടില്ല. സുപ്രീം കോടതിയിൽ പോകാൻ വേണമെങ്കിൽ, കാരണം തമിഴ്നാട്ടിൽ ഇത് കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്യാം, മറ്റു പല സംസ്ഥാനങ്ങളിലും ഉള്ള ഫോർമുല എന്തുകൊണ്ട് കേരളത്തിന് പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ അത് സുപ്രീം കോടതിയുടെ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ചിലപ്പോൾ ഗുണകരമായേക്കും. പക്ഷെ ഇപ്പൊ വെക്കേഷൻ കോടതിയാണ്, മാസങ്ങൾ എടുത്താൽ അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ ആദ്യം അങ്ങ് ചോദിച്ച പോലെ ജൂലൈ മാസം 1-ാം തീയതി വൈകുന്നേരം വന്ന ഒരു റിസൾട്ട്, പിറ്റേ ദിവസം തന്നെ കോടതിയിൽ കേസ് വരുന്നു, ജൂലൈ മാസം 8-ാം തീയതി സിംഗിൾ ബെഞ്ചിന്റെ വിധി വരുന്നു. ഈ 8 ദിവസത്തിനുള്ളിൽ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരുന്ന, അവർ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന, അപേക്ഷ കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന, പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടായിരുന്ന, റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ ഉണ്ടായിരുന്ന ഫോർമുല, ആ ഫോർമുല തന്നെയായിരിക്കുമല്ലോ കുട്ടികൾ റിസൾട്ടിലും പ്രതീക്ഷിക്കുക. കൃത്യമായി ഉള്ള ഗ്ലോബൽ മീനും ഡീവിയേഷനും എല്ലാം എടുത്തുള്ള ഫോർമുല, കഴിഞ്ഞ 14 കൊല്ലമായിട്ടുള്ള ഫോർമുല തന്നെയായിരിക്കും ഈ റിസൾട്ടിൽ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കുട്ടികളുടെ ഒരു സങ്കല്പത്തിലൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ചിലർക്ക് റാങ്ക് കൂടുതൽ കിട്ടി. 100% മാർക്ക് കിട്ടിയ സ്റ്റേറ്റ് സിലബസിലെ കുട്ടിക്കും 25 മുതൽ 30 വരെ മാർക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കുറയ്ക്കുന്നു. 100% മാർക്ക് കിട്ടിയ CBSE കുട്ടിക്ക് 7-8 മാർക്ക് കൂടുന്നു എന്നതിലുള്ള ഒരു അനോമലി ഉണ്ട്. ആ അനോമലി പരിഹരിക്കാൻ വേണ്ടി തമിഴ്നാടിന്റെ ഒരു മോഡൽ എടുത്തുകൊണ്ട്, മറ്റു സംസ്ഥാനങ്ങളുടെ മോഡൽ എടുത്തുകൊണ്ട് ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തിച്ചത്. അങ്ങ് പറഞ്ഞ പോസിറ്റിവിറ്റി ശരി, പക്ഷെ അനോമലി പരിഹരിക്കാനുള്ള നീക്കം അവസാന നിമിഷം വരെ കൊണ്ടുപോയത് എന്തിനാണ് എന്നുള്ളതാണ് ചോദിച്ചത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ലോകോത്തരമാണ്, എല്ലാവരും ഇങ്ങോട്ടാണ് കണ്ണുമിടിച്ച് നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഇപ്പൊ കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് പോലും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവരത് റൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ 1 വർഷക്കാലം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം അവിടെയാണ് ഉണ്ടാകുന്നത്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അപ്പോൾ നിങ്ങൾ ഈ പ്രോസ്പെക്ടസ് നോക്കിയല്ലേ പഠിച്ചത് എന്ന് കുട്ടികളോട് ചോദിക്കുകയല്ല വേണ്ടത്. അവർക്ക് കിട്ടി എന്ന് നമ്മൾ ഔദ്യോഗികമായി പറഞ്ഞ മാർക്ക് പിന്നീട് നമ്മൾ ഔദ്യോഗികമായി പറയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. ആ അനീതി ആര് പരിഹരിക്കും? അങ്ങനെ ഒരു അനീതി ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒരു 7 ദിവസം റാങ്ക് ലിസ്റ്റ് വന്നു, പിറ്റേ ദിവസം തന്നെ കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടു. ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഈ ഇത്തരത്തിലൊരു മാറ്റം വരുത്തുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ മോഡൽ മൂലമാണ്. അതിനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം പ്രോസ്പെക്ടസ് പ്രകാരം ഗവൺമെന്റിന് ഉണ്ട് എന്ന് ബോധ്യമായിരിക്കെ ഇത്തരത്തിൽ കോടതിയുടെ ഒരു ഇടപെടൽ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ കേരളത്തിൽ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികളെ റാങ്ക് ലിസ്റ്റ് കണക്ക് കൂട്ടുമ്പോൾ അവർക്ക് പൂർണ്ണമായി 100% മാർക്ക് കിട്ടിയാൽ, 100-ൽ 100 കിട്ടിയാലും അവിടെ 25 മാർക്ക് കുറയ്ക്കുന്ന വലിയ വിവേചനം അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമിട്ടത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഈ എക്സാം എഴുതിയതിനു ശേഷം ഏറ്റവും അടിയന്തരമായി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാതെ ഇരുന്നത്? അല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനവും റിപ്പോർട്ടും എല്ലാം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അനിലസ് നായർ പരീക്ഷാ കമ്മീഷണറാണ്. ആ പരീക്ഷാ കമ്മീഷണർ അടക്കം നടത്തിയ വിശദമായിട്ടുള്ള പഠനത്തിന്റെയും CBSE കുട്ടികളുടെയും സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ അധ്യാപകരുടെ എല്ലാം പരാതികളും പരിഭവങ്ങളും കേട്ടിട്ടാണ് തമിഴ്നാട്ടിന്റെ മോഡലിൽ ഇത്തരം ഒരു മാറ്റം വരുത്തിയത്. ആ മാറ്റം വരുത്തിയത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ആണ് എന്നതാണ് കോടതി കണ്ടെത്തിയത്, 1 മണിക്കൂർ മുമ്പ്. പക്ഷെ അതിനുള്ള അധികാരവും ഈ പ്രോസ്പെക്ടസ് ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. ആ കൃത്യമായിട്ടുള്ള അധികാരമാണ് പ്രയോജനപ്പെടുത്തിയത്. ഇപ്പൊ ഇത് കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ സ്റ്റേറ്റ് സിലബസിലുള്ള മുഴുവൻ കുട്ടികൾക്കും മെറിറ്റ് കിട്ടുമായിരുന്നല്ലോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 266 മാർക്ക് മാത്സിനും കെമിസ്ട്രിക്കും ഫിസിക്സിനും കിട്ടിയ കുട്ടിക്ക് പഴയ ഫോർമുല അനുസരിച്ച് CBSE ആണെങ്കിൽ അത് 283.97 മാർക്കായി മാറും. സ്റ്റേറ്റ് സിലബസിലെ കുട്ടിക്ക് 6 മാർക്ക് കുറഞ്ഞ് 260 മാറും.
പക്ഷെ പുതിയ ഫോർമുല അനുസരിച്ച് തുല്യ മാർക്കാണ്. 266 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 263.4 CBSEക്കും സ്റ്റേറ്റ് സിലബസിനും ഒരേ മാർക്ക് കിട്ടുന്ന ഇത്രയും സമത്വമുള്ള ഒരു ഫോർമുലയാണ് കോടതിയുടെ ഇടപെടലിലൂടെ ഈ വർഷം നടപ്പാക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത്. മാസങ്ങൾ ഡിലേ വരും. ഇടവേളയിലേക്ക് പോകേണ്ട സമയമാണ്. പക്ഷെ ഒറ്റ കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങ് പറയുന്നു ഇത് പരമോന്നതമായ കോടതിയല്ല എന്ന്. പരമോന്നതമായ കോടതിയിലേക്ക് സർക്കാർ പോകുമോ? എന്തുകൊണ്ട് പോകില്ല? ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഈ പറയുന്ന അഡ്മിഷൻ പൂർത്തീകരിക്കേണ്ടത്. അപ്പൊ അവിടെ ഒരു ടൈം പീരീഡ് ഉണ്ട്. പോയിട്ട് കാര്യമില്ല എന്നറിയാം. അതാണ് ഈ അവസാന നിമിഷത്തേക്ക് വെച്ചതിന്റെ ബുദ്ധിമുട്ടാണ് അതൊക്കെ. അപ്പോൾ അവസാന നിമിഷത്തേക്ക് എന്തുകൊണ്ട് വെച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ല. ഇനി പഠനം ആവശ്യമുണ്ട്. ശരി, ഈ പഠന റിപ്പോർട്ടിനകത്ത് ഇല്ലല്ലോ ഈ വർഷം ഇത് നടപ്പിലാക്കണമെന്നില്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനായിരുന്നു ഈ തിടുക്കം? അല്ല, ഒറ്റ മിനിറ്റ്. ഇപ്പൊ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ കഴിഞ്ഞ വർഷം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. സുപ്രീം കോടതി ഇടപെട്ടു. 4 മാസമാണ് കുട്ടികളുടെ അഡ്മിഷൻ രാജ്യത്താകമാനം വൈകിച്ചത്. ഇപ്പോൾ സുപ്രീം കോടതി വെക്കേഷനാണ്. നമ്മളിപ്പോ പോയാലും വെക്കേഷൻ കോടതിയുടെ സിറ്റിംഗും ഡേറ്റുകളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഓഗസ്റ്റ് 14 കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് കൃത്യം നീതിപൂർവമാണ്, നിയമപരമായിട്ടാണ്, ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്തതെങ്കിലും ഈ ഡിവിഷൻ ബെഞ്ച് ഈ സ്റ്റേ നൽകാത്തത് കൊണ്ട് തൽക്കാലം പോകേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ അടുത്ത വർഷം കാര്യക്ഷമമായിട്ട് നടപ്പാക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്, ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് നല്ലതിന് വേണ്ടി ചെയ്ത ഒരു കാര്യം അതിൽ കോടതി ഇടപെടൽ വന്നു എന്ന് കണ്ടാൽ മതി. ആ റിപ്പോർട്ട് അങ്ങനെ ശുപാർശ ചെയ്തിട്ടും ഈ പറയുന്ന 1 മണിക്കൂർ മുൻപ് ആ തീരുമാനം എടുക്കാനുണ്ടായ സമ്മർദ്ദം എന്താണ് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുകയും ചെയ്തത്. ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഇക്കൊല്ലം നടപ്പിലാക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ആ തീരുമാനം അങ്ങ് പറയുന്നു ക്യാബിനറ്റിൽ തന്നെ ഇതിൽ വിരുദ്ധാഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അതായത് റിപ്പോർട്ട് നടപ്പിലാക്കേണ്ടതില്ല എന്ന നിർദ്ദേശമുണ്ട്, ക്യാബിനറ്റിൽ തന്നെ അതിൽ വിരുദ്ധാഭിപ്രായമുണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും അത് നടപ്പിലാക്കാൻ ഈ തിടുക്കത്തിൽ എടുത്ത തീരുമാനത്തിന് പിന്നിൽ പിന്നെ എന്താണ്? അതാണ് വ്യക്തമാക്കേണ്ടത്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കേണ്ടത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇവിടെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരെ മാത്രം, അങ്ങനെയല്ല. ഈ കുട്ടികളെല്ലാം നമ്മുടെ കുട്ടികളാണ്. അവർക്കെല്ലാം നിയമപ്രകാരം ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും ലഭിക്കണം. അതിന് ഈ പറയുന്ന 2011 മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഈ ഫോർമുല അല്ലെങ്കിൽ ഈ പ്രൊസീജിയറിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം, ഒരു തർക്കവും വേണ്ട. പക്ഷേ അതിനെന്താ പ്രശ്നം? 2011 ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 2011 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2008 ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ കമ്മിറ്റി വളരെ കൃത്യമായി പഠിച്ച് 3-4 വർഷം എടുത്തതിന് ശേഷമാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഈ കമ്മിറ്റി എന്താ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് 9/4/2025 അതായത് ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത് ഒന്നോ രണ്ടോ സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു കമ്മിറ്റിക്ക് ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം ഇത്ര പെട്ടെന്ന്? പക്ഷേ ശ്രീ അരുൺകുമാർ പറഞ്ഞത് വിദ്യാർത്ഥികളെ അടക്കം മാതാപിതാക്കളെ അടക്കം എനിക്ക് തർക്കമില്ല. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ഒന്നും ഞാൻ തള്ളി പറയുന്നില്ലല്ലോ, ഞാൻ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ആ റിപ്പോർട്ടിന്റെ ബേസിലാണോ തീരുമാനമെടുത്തത്? അല്ല, ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണോ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? ഇവിടെ അരുൺകുമാർ പറയുന്നത് 5:3:2 ആയിട്ട് മാറ്റാൻ തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? അങ്ങനെ പ്രോസ്പെക്ടസിൽ ഇല്ലെങ്കിലും തിരുത്താനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഈ എല്ലാ ഉത്സവ പറമ്പിലെ നോട്ടീസിൻ്റെ അവസാനം എഴുതിയിരിക്കും കാര്യപരിപാടിയിൽ മാറ്റം വരുത്താൻ ഉത്സവ കമ്മിറ്റിക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്നൊരു ക്ലോസ് എഴുതി ചേർക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ പ്രോസ്പെക്ടസിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ അവസരമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കട്ടെ, 1:1:1 എന്ന് പറയുന്ന സംവിധാനം മാത്സിൻ്റെ ഒരു മാർക്ക്, ഫിസിക്സിന്റെ ഒരു മാർക്ക്, കെമിസ്ട്രിയുടെ ഒരു മാർക്ക് എന്ന സ്ഥാനത്ത് നിന്ന് മാത്സിന്റെ 5 മാർക്കും ഫിസിക്സിന്റെ 4 മാർക്കും 3 മാർക്കും കെമിസ്ട്രിയുടെ 2 മാർക്കും എടുക്കാൻ തീരുമാനിക്കുമ്പോൾ അത് കുട്ടികൾ മുൻകൂട്ടി അറിയണ്ടേ? പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികൾ അറിയണ്ടേ? ഈ പ്രോസ്പെക്ടസ് ഇറക്കുമ്പോൾ അറിയണ്ടേ? നിങ്ങൾ പരീക്ഷ എല്ലാം കഴിഞ്ഞ് മാർക്ക് കണക്കെടുക്കുമ്പോൾ മാത്രം മതിയോ? പോരാ. അപ്പോൾ മാത്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാകും, മാത്സ് ഈസി ആയിട്ടുള്ള കുട്ടികളുണ്ടാകും, ഫിസിക്സ് ഈസി ആയിട്ടുള്ള മാറിയും തിരിഞ്ഞുമുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഏതൊക്കെ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം? ഇത് 3 തുല്യമായി പഠിക്കുന്നവരുണ്ടാകും, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പർട്ടിക്കുലറായിട്ട് പഠിക്കുന്നവരുണ്ടാകും. അപ്പോൾ അവരെയൊക്കെ ബാധിക്കുന്ന വിഷയമാണെന്നേ. അല്ലാതെ നിങ്ങൾക്ക് സൗകര്യത്തിന് മാറ്റാനുള്ളതല്ല. ഒരു മന്ത്രിസഭ കൂടിയിരുന്നുകൊണ്ട് ശിവൻകുട്ടിയും ബിന്ദുകുട്ടിയും തീരുമാനിക്കാനുള്ള അവസരമല്ലിത്. കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ്, അവരുടെ പഠനത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതൊക്കെ കോളേജിൽ പോയി പഠിച്ചാലല്ല മനസ്സിലാവുള്ളൂ. അധ്യാപികയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നടന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് ചെയ്യില്ല മാധു. അങ്ങനെയുള്ളവർ ഇത്തരത്തിൽ ദോശ ചുടുന്നത് പോലെ ഇത്തരത്തിലൊരു നിയമം ഉണ്ടാക്കില്ല. ഈ കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷ എഴുതാൻ പോയതിനു ശേഷം 5:3 എത്ര ലാഘവത്തോടുകൂടിയാണ് പറയുന്നത്? 5:3:2 ഞങ്ങളങ്ങാക്കി, അതിനുള്ള അവകാശം ഞാൻ കൊണ്ടുവന്ന്. അങ്ങനെ മാറ്റുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റം, അവരുടെ മാർക്കിൽ ഉണ്ടാകുന്ന മാറ്റം, അവരുടെ സബ്ജക്റ്റിൽ ഉണ്ടാകുന്ന, ഞാൻ തീർക്കട്ടെ. പിന്നെ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ സർക്കാർ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു, സന്തോഷം, നല്ലതാണ്. കുട്ടികളുടെ ഭാവിക്ക് നല്ലതാണെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അങ്ങനെ തീരുമാനിക്കുമ്പോൾ അതിന് വേണ്ടത്ര ഗൃഹപാഠം നടത്തിയിട്ടുണ്ടോ? ഇല്ല.
അതിനെ സയന്റിഫിക്കലായിട്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്ത് കോടതി തടഞ്ഞ ആ പ്രോസസ്സിൽ എന്തെങ്കിലും സയന്റിഫിക്കൽ എവിഡൻസ് അതിന്റെ ബാക്കിലുണ്ടോ? 5:3:2 എന്ന് നിങ്ങൾ ആരാ തീരുമാനിച്ചത്? ആര് പറഞ്ഞിട്ടാണ് തീരുമാനിച്ചത്? പറയാൻ കഴിയുന്നുണ്ടോ? ഇതെന്താ പ്രശ്നം? ഇതിൽ ആ കുട്ടികളെ സംബന്ധിച്ച് അത് അവർക്ക് അർഹതപ്പെട്ടാണെന്ന് തോന്നുന്ന രീതിയിൽ അവർക്ക് പുതിയൊരു റാങ്ക് കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ അതിൽ നിന്ന് പിന്മാറ്റുന്നു അവരെ. അപ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക ആഘാതം എത്രത്തോളം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് പറയണ്ടേ? ഇത് ആര് നിർദ്ദേശം മാനദണ്ഡമാണെന്ന് പറയട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞെന്താണ് ജൂലൈ 1 വന്ന റിസൾട്ട്? ജൂലൈ 1 റിസൾട്ട് വരാൻ കാരണം ആരാണെന്നേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിന്റെ സ്റ്റാൻഡർഡൈസേഷനുമായി ബന്ധപ്പെട്ട് ഫയൽ പോയിട്ട് എത്ര കാലമായി വെച്ചിരുന്നു? നിങ്ങളുടെ മാതൃഭൂമി ഉൾപ്പെടെ എത്ര പ്രാവശ്യമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? അത്രയും കാലതാമസം ഉണ്ടാക്കി. ഇപ്പോൾ പറയുന്നത് കേസിന് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കേസിന് പോകുന്നില്ല. ശരി, സമ്മതിക്കുന്നു. പക്ഷേ ഈ കമ്മിറ്റി ഉണ്ടാക്കാനോ, കമ്മിറ്റി കഴിഞ്ഞ അക്കാഡമിക് കഴിഞ്ഞപ്പോൾ മുതൽ എത്രയോ വർഷമായിട്ട് ഇത് ഇങ്ങനെ ആവശ്യമുള്ളതാണ്. ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുവാനോ, ഈ കമ്മിറ്റി ഉണ്ടാക്കുവാനോ, അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനോ, അതിനെ സംബന്ധിച്ച് വേണ്ട രീതിയിൽ പഠിച്ച് ഏതൊക്കെ വേണമെന്ന് തീരുമാനിക്കാനോ സമയമില്ലാതെ ഒറ്റയടിക്ക് കൊണ്ടുവന്ന് ക്യാബിനറ്റിൽ വെച്ച് ഞങ്ങൾ ഇവിടെ വെച്ച് കറക്കി കുത്തുന്ന പോലെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് തീരുമാനിച്ച് പിറ്റേന്ന് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഹന, അതായത് ഈ അനുപാതം മാർക്ക് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നെ സംബന്ധിച്ച് അനുപാത മാറ്റം വരുമ്പോൾ ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞതുപോലെ ഓരോ വിഷയങ്ങൾ എത്രത്തോളം പഠിക്കേണ്ടതുണ്ട്, ഏത് വിഷയത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറുകയാണ്. ഈ പ്രോസ്പെക്ടക്സ് ഒക്കെ നോക്കിയിട്ട് അതിലിങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളുടെ ട്രെയിനിങ് കോളേജുകളിലോ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഒക്കെ നിർദ്ദേശമൊക്കെ സ്വീകരിച്ചിട്ടാണോ നിങ്ങൾ പഠിക്കുന്നത്? അപ്പോൾ ഈ 1:1:1 എന്ന നിലയിൽ നിന്നുള്ള മാറ്റം, പുതിയ മാറ്റം നിങ്ങളുടെ റാങ്കിനെ എങ്ങനെ ബാധിച്ചു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അത് 5:3:2 എന്നുള്ള റേഷ്യോ വരുമെന്ന് ഒട്ടും ഓർത്തല്ല. അതിപ്പോ നമ്മള് നേരത്തെ അറിയുവാണെങ്കിൽ നമുക്കൊരു സബ്ജക്റ്റിന് ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ പഠിക്കായിരുന്നു. പക്ഷെ അത് എല്ലാം കഴിഞ്ഞിട്ട് അറിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ സ്റ്റേറ്റ് സിലബസ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് എല്ലാ സബ്ജക്റ്റും 360 ഔട്ട് ഓഫ് 360 359 ആണ്. അത് എന്റെ മാക്സിമം. അല്ലെങ്കിൽ ഇപ്പൊ അല്ല, ഞാൻ അതായത് ഹന്നയോടല്ല പറഞ്ഞത്. ഹന്നയുടെ ഇപ്പോഴത്തെ ഈ പുതിയ റാങ്ക് എന്ന് പറയുന്നത് 1:1:1 എന്ന നിലയ്ക്ക് തന്നെയാണല്ലോ ഉണ്ടാവുന്നത്. ഞാൻ ഈ സ്റ്റുഡൻസിനെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. റിസൾട്ട് ഫസ്റ്റ് ഒരു റിസൾട്ട് വന്നിട്ട് അനുപാത മാറ്റം വരുമ്പോൾ അത് അറിയാതെ പഠിക്കുന്ന കുട്ടികളെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നിരിക്കലും എങ്ങനെയാണത് ബാധിക്കുക എന്നാണ് ഞാൻ ഹന്നയോട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരാള് മാത്സ് കൂടുതൽ പഠിക്കാത്ത ഒരാളായിരിക്കും. അപ്പൊ അവർ നേരത്തെ ഒരിക്കലും അറിയുന്നില്ല അത് മാത്സിന്റെ മാർക്ക് കൂടുതൽ, മാത്സിന് മാർക്ക് വേണം. അത് നമ്മൾ +2 പഠിക്കുമ്പോൾ നമ്മൾ ഒട്ടും അറിയുന്നില്ല. അതറിയാതെ പഠിച്ചു പോയിട്ട് ലാസ്റ്റ് വരുമ്പോ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമുക്കത് എങ്ങനെയാ, നമ്മൾ മുമ്പേ അറിഞ്ഞായിരുന്നേ നമുക്ക് നോക്കായിരുന്നു. അപ്പൊ ഓരോ സബ്ജക്റ്റിനും അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കായിരുന്നു. അപ്പൊ കൂടുതൽ മാർക്ക് നമുക്ക് മാത്സിന് സ്കോർ ചെയ്യായിരുന്നു, അത് ഇതിന്റെ ഫിസിക്സിന് മേടിക്കായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓർത്തിട്ട് ഒരു കാര്യമുള്ളതല്ല അത്. ശരി, ശ്രീ ഷാദിത്ത്, ഇപ്പോ ഈ കുട്ടികൾക്ക് പുതിയ കോളേജുമായി ബന്ധപ്പെട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരുപാട് ഘട്ടങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ ഓഗസ്റ്റ് 15-നുള്ളിൽ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അതിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ഈ 3 ഘട്ട അലോട്ട്മെന്റുകൾ, അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇനിയും ഇതിലെന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. കാരണം സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ അഡ്വക്കേറ്റ് അരുൺകുമാർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ മന്ത്രി പറഞ്ഞത് ഇനി പരാതിയുള്ളവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നൊക്കെയാണ്. അതായത് സർക്കാരില്ല, നിങ്ങൾ വേണമെങ്കിൽ പൊക്കോളൂ എന്ന നിലയ്ക്കാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോകാനൊന്നും കഴിയില്ല. പോയാൽ തന്നെ അതിലൊരു റിസൾട്ട് ഉണ്ടാകും എന്നും ഇനി വിചാരിക്കേണ്ടതില്ല ഈ വർഷമെങ്കിലും. തീർച്ചയായും. അതായത് ഇതിന്റെ മേൽ നടപടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് കുട്ടികൾ എന്ന് പറയുന്നത് ചിഹ്നിച്ചതിൽ കിടക്കുകയാണ്. ഇപ്പോ വ്യക്തിപരമായി ഓരോ കുട്ടിയും പ്രയാസം അനുഭവിക്കുന്നത് ഒഴിച്ചാൽ കുട്ടികൾ അത് ഏകോപിപ്പിക്കാനോ അതിനൊരു കൂട്ടിച്ചേർത്ത് ഒരു സുപ്രീം കോടതിയിലേക്ക് പോകാനോ എന്നുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ല. അതേസമയത്ത് മറുഭാഗത്ത് ഇത് തിരിച്ചാണ് വരുന്നതെങ്കിൽ സുപ്രീം കോടതിയിൽ CBSE സ്കൂളുകൾ എന്ന് പറയുന്നത് വലിയ നെറ്റ്വർക്കാണ്. അവർ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അവർക്ക് അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ പോയാലേ. കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾ നിസ്സഹായരാണ്. കാരണം സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾ പറയുന്നത് ഇപ്പോൾ പലതരത്തിൽ നിന്ന് പഠിച്ചു അവർ ഒറ്റപ്പെട്ട് വീടുകളിലിരിക്കുകയാണ്. ഇപ്പോൾ അവർക്കൊരു ഗ്രൂപ്പായി ചേർന്ന് ഒരു ആക്ടിവിറ്റി ചെയ്യാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഉച്ചയ്ക്ക് നമ്മൾ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ മലയാള ഭാഷയൊക്കെ ബന്ധപ്പെട്ട് മലയാള സാഹിത്യ ആളുകളൊക്കെ പറഞ്ഞു അവർ കേസിന് പോകാൻ ആലോചിക്കുന്നു. പക്ഷെ അവർക്കും ഒരു സുപ്രഭാതത്തിൽ സുപ്രീം കോടതിയിൽ കേസിന് പോകാനുള്ള സാമ്പത്തികമായും അതിന്റെ ഏകോപനവും കാര്യങ്ങളും സ്വീകരിക്കാൻ കഴിയില്ല. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ നിസ്സഹായരാണ്. ഇത് ഈ വന്നിരിക്കുന്ന ദുരന്തം ഏറ്റുവാങ്ങി നന്നായി പഠിച്ച് ഇനി അവരെ വീണ്ടും കിട്ടുന്ന കോളേജിനകത്ത് പഠിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ അവരുടെ മുമ്പിലുള്ള മാർഗമുള്ളൂ. ഇതിനകത്ത് ഞങ്ങൾ രക്ഷിതാക്കളുടെ ഒരു ആശങ്ക കൂടി ഞാൻ ഒരു അഭിപ്രായം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പൊ കോടതി ഇതിനെ സ്റ്റേ ചെയ്തു. കോടതി സ്റ്റേ ചെയ്യുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന്റെ വാദഗതിയൊക്കെ ഉന്നയിക്കുമ്പോൾ ഈ സർക്കാർ ഒരു സാവകാശം ചോദിച്ച് കോടതിക്കകത്ത് ഒരു ദിവസത്തെ സാവകാശം ചോദിച്ച് ഈ 25 മാർക്ക് കുറയ്ക്കുകയും
8 മാർക്ക് കൂട്ടുകയും ചെയ്യുന്ന സിസ്റ്റത്തിന് പകരം ഒരു 4, 5, 10 മാർക്ക് ഈ സ്റ്റേറ്റ് സിലബസിലെ ആളുകൾക്ക് നേരത്തെയുള്ള ഫോർമുല ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുറയ്ക്കുകയും അതുപോലെ തന്നെ ഈ കൂട്ടാനുള്ള CBSE കുട്ടികൾക്ക് 2, 3, 8 മാർക്കിന് വരെ 2, 3 മാർക്ക് കൂട്ടുകയും ചെയ്ത് വരികയാണെങ്കിൽ ഈ പറയുന്ന 1000-ന്റെയും 1500-ന്റെയും 2000-ന്റെയും ഒന്നും വ്യത്യാസം കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഒരു 100, 150 കുട്ടികളുടെ റേഞ്ചിൽ വരുമ്പോൾ ഒന്നാമത്തെ കോളേജ് കിട്ടുന്നത് രണ്ടാമത്തെ കോളേജിൽ കുട്ടികൾ കിട്ടുമായിരുന്നു. ആ ഒരു സംവിധാനത്തിനുള്ള ഒരു ശ്രമം പോലും നടത്തുകയാണ്. കോടതിയിലേക്ക് പോകുന്നു, കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നു, ഉടനെ കോടതി അത് ഫുൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുന്നു, അതുകൂടി ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു. ഇതിനകത്ത് മാർക്കിന്റെ സ്കോർ വന്ന് സ്വപ്നം കണ്ട് താൻ 6 മാസം അല്ലെങ്കിൽ 8 മാസം 10 മാസം ഊണ് ഉറക്കം ഒഴിച്ച് ചെയ്ത ഒരു പ്രവൃത്തിക്ക് കിട്ടിയ ഒരു അംഗീകാരം അല്ലെങ്കിൽ അവന്റെ മാനസികമായുണ്ടായ ഒരു സന്തോഷം ഒറ്റയടിക്ക് കെടുത്തി കളയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ പറയുന്നില്ലേ കൗമാരപ്രായക്കാരാണ്, ചെറുപ്പക്കാരാണ്, കുട്ടികളാണ്, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ. അവര് ഇപ്പൊ ചില വീടുകളിലൊക്കെ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ വലിയ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും. പാവപ്പെട്ട കുട്ടികളൊക്കെ തന്നെ വലിയ കഷ്ടപ്പെട്ട് അല്പം പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത്തരം മാനസികമായ സമ്മർദ്ദമൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അത്ര ബോധമില്ലാത്ത വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന പ്രയാസം, അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അവരെ ഇതിന് മോചിപ്പിക്കാനുള്ള ഒരു ശ്രമവും ആർക്കും പറയാനുള്ള ചെയ്യാനുമില്ല. നമ്മളത് ഈ കുട്ടികൾ പൂർണ്ണമായും നിസ്സഹായാവസ്ഥയിൽ ഇനി എവിടെ കിട്ടും, എങ്ങനെ ചേരും, എവിടെ ചേരും എന്നുള്ള ആശങ്കയിലാണുള്ളത്. പ്രത്യേകിച്ചും അവർക്ക് അവരുദ്ദേശിക്കുന്ന ടോപ്പ് പിന്നെ സബ്ജക്ട് പഠിക്കാൻ കഴിയും. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ കഴിയുമോ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടും, അങ്ങനെ ഇന്ന സിലബസിലേക്ക് അതിനെ പഠിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയൊക്കെ കുട്ടികളുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. രക്ഷിതാക്കളെ കുട്ടികൾക്ക് നമുക്ക് പറയാം, ഇപ്പൊ CBSE കുട്ടികൾ വേറെ അല്ലെങ്കിൽ എല്ലാം നമ്മുടെ കുട്ടികളാണ്. CBSE സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികളാണ്. എല്ലാവർക്കും പഠിക്കേണ്ടത് തന്നെ. പക്ഷെ എല്ലാവർക്കും തുല്യാവകാശം കിട്ടണം. കാരണം ഇവരും പഠിച്ചെന്നെ, എല്ലാ കുട്ടികളും പഠിച്ചാണ് വരുന്നത്. അപ്പൊ ആ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പഠിച്ച മാർക്ക് കുറയ്ക്കുന്ന ഒരു അനീതി സർക്കാർ നല്ല നിലപാട് സ്വീകരിച്ചു. പക്ഷെ ആ നിലപാട് സ്വീകരിക്കുന്നതിനകത്ത് വന്ന പോരായ്മകളാണ്, നിലപാട് സ്വീകരിക്കുന്നതല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്ത് വന്ന പോരായ്മയാണ് ഇതിനകത്ത് ഉണ്ടാക്കിയത്. ഇപ്പൊ പ്രോസ്പെക്ടസിന്റെ ഒറ്റ പ്രശ്നം വെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇതിനെ ഇപ്പൊ നിരുപാധികം ഇത് എടുത്തു കളഞ്ഞത്. ആ പ്രോസ്പെക്ടസിന്റെ പ്രശ്നത്തിന്റെ കാര്യം ഉൾപ്പെടെ നേരത്തെ തന്നെ പരിഹരിച്ച് ഈ എൻട്രൻസ് കമ്മീഷണറേറ്റ് ഇതിനനുസരിച്ച് ആവശ്യമായ രൂപത്തിലുള്ള നടപടികൾ നീക്കി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. നമുക്കൊക്കെ തോന്നുന്നത് ഇപ്പൊ ഇത് ഇപ്രാവശ്യം മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ പരീക്ഷ കഴിഞ്ഞ അപ്പൊ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ പെടുത്തിയിട്ടുണ്ട്. കുട്ടികളടക്കമുള്ളവർ ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം മാത്രമേ സാധ്യമായുള്ളൂ എന്നുള്ളതാണ്. ഡോക്ടർ അരുൺകുമാർ, ഈ ചർച്ചയുടെ തുടക്കം മുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ അനുപാത മാറ്റമടക്കമുള്ള കാര്യങ്ങളിൽ എന്തു പഠനം നടത്തിയാണ് സർക്കാർ അങ്ങനെ ഒന്ന് തീരുമാനിച്ചത്? ഇപ്പൊ 2011 മുതൽ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ 2 വർഷത്തോളം എടുത്ത് പഠിച്ച് സമിതി രൂപീകരിച്ച് അവരുടെ ശുപാർശ പ്രകാരമാണ് ഈ പറയുന്ന സ്കോർ നോർമലൈസേഷനുമായി ബന്ധപ്പെട്ട തീരുമാനവും അനുപാതവും ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഈ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ മുതൽ ഇങ്ങോട്ടുള്ള ചെറിയ കാലയളവിനുള്ളിൽ ഈ പഠനം പൂർത്തിയാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പഠനത്തിന് ആധാരമായി സ്വീകരിച്ച മാർഗങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാട്ടുകാരെ അറിയണ്ടേ? മധു, ഞാൻ അതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, കോളേജിൽ പോയവരാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നതാണ്. ഇപ്പൊ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പ്രൊഫസറാണെന്നും ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരുന്നു എന്നും ദീർഘകാലം കോളേജിൽ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപികയായിരുന്നു എന്നെല്ലാം നമുക്കറിയാം. അതുപോലെ തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയാലും ഡബിൾ MA ഉള്ള ആളാണ്. അപ്പോൾ ആക്ഷേപഹാസ്യത്തിലൂടെ ജനങ്ങളുടെ മുന്നിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ആക്ഷേപിക്കുന്ന വലിയ വിദ്യാഭ്യാസമുള്ളവരാണല്ലോ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രതിനിധികളും. എന്നിട്ട് ആരാണ് ഈ വിവേചനം കൊണ്ടുവന്നത്? 2011-12 കാലത്തല്ലേ ഇത്തരത്തിൽ ഗ്ലോബൽ മീനിങ്ങും ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൊണ്ടുവന്ന് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന സാധാരണക്കാരായ കുട്ടികൾ 100-ൽ 100 മേടിച്ചാലും അവിടെ 25 മാർക്ക് കുറയ്ക്കുന്ന, അതുപോലെ CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ 100-ൽ 100 മാർക്ക് മേടിച്ചാൽ അവർക്ക് 7 മാർക്ക് കൂട്ടുന്ന, അതായത് 107 മാർക്കാക്കി പരിഗണിക്കുന്ന ഈ പരിഷ്കാരം കൊണ്ടുവന്നത് ആരാ? ഈ കോളേജിലൊക്കെ പോയി വലിയ വലിയ ഡിഗ്രിയുള്ള കോൺഗ്രസ്സുകാർ കേരളത്തിൽ ഭരിക്കുമ്പോഴല്ലേ ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ 2011-12 ഈ വിവേചനം കൊണ്ടുവന്നതും തുടർന്നതും ഇവർ തന്നെയല്ലേ? ആ പരാതികൾ കിട്ടുന്നു, രക്ഷിതാക്കളുടെ പരാതി, കുട്ടികളുടെ പരാതി. കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് 25 മാർക്ക്, 100-ൽ 100 മേടിച്ചാൽ അത്ര പൂർണ്ണ വിജയം കിട്ടിയാലും 25 മാർക്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ വിവേചനം അവസാനിപ്പിക്കാൻ വൈകിയാണെങ്കിലും പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 50:50 എന്ന നിലയ്ക്ക് ഇത് പരിഗണിച്ച് വന്നപ്പോൾ അതിലൊരു പോരായ്മയുണ്ട് എന്ന് മനസ്സിലാക്കി MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ അല്ലെ, അപ്പോഴാണ് ഈ പുതിയ കമ്മിറ്റി രൂപീകരിക്കുന്നതും അതിൽ പഠനം ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തുകയും സ്കോർ നോർമലൈസേഷന് വേണ്ടി ഉള്ള പുതിയ പ്രക്രിയ ഉണ്ടാക്കുകയും ചെയ്തത്. 2011 അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനീഷ്യേറ്റീവ് എടുക്കുന്ന LDF സർക്കാരിന്റെ കാലത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ?
അതൊന്നും താങ്കളുടെ മനസ്സിലാക്കൽ തെറ്റാണ്. ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷന്റെ നോംസ് ഒക്കെ കൊണ്ടുവന്നത് UDFന്റെ കാലത്ത് തന്നെയാണ്. ഇപ്പൊ LDF എന്ത് കൊണ്ടുവന്നാലും അത് വലിയ പ്രശ്നം. അത് UDF ആണ് കൊണ്ടുവന്നെങ്കിൽ അത് വലിയ പച്ച പരിഷ്കാരം. ഞാൻ കൃത്യമായി പറയാം, UDFന്റെ കാലത്ത് തന്നെ കൊണ്ടുവച്ച കമ്മിറ്റി അവരുടെ പഠനം, അവരുടെ റിപ്പോർട്ട്, അവരുടെ നടപ്പാക്കലാണ് 2011-12 കാലത്തുണ്ടായത്. അതിനുശേഷം അത് 2011 ഇതുവരെയും പറഞ്ഞത്. ആ കമ്മിറ്റി രൂപീകരിച്ചത് MA ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോഴാണ് ആണോ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയോട് ചോദിക്കാതെ അങ്ങ് പറഞ്ഞോളൂ. അല്ല ഞാൻ പറയട്ടെ ഞാൻ ഇതിൽ എന്തെങ്കിലും നുണ പറയാൻ വന്നിരിക്കുന്ന ആളല്ല. ഈ കേസിന്റെ വാദമധ്യേ കോടതിയിലുള്ള ഓരോ ചലനവും സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും നിരീക്ഷിച്ച ഒരു അഭിഭാഷകൻ കൂടിയാണ് ഞാൻ. എനിക്കറിയാം ഇതിന്റെ കാര്യം. ഞാൻ ആധികാരികമായിട്ട് തന്നെയാണ് പറയുന്നത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ സമയം ശരിയായില്ല എന്നതു മാത്രമാണ് കോടതി ഒരു ആശങ്ക വച്ചത്. അല്ലാതെ ഈ സാധാരണക്കാരായ പാവപ്പെട്ട കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് അവർക്ക് 100-ൽ 100 കിട്ടിയാലും 25 മാർക്ക് കുറയ്ക്കുന്ന ഇപ്പോൾ വന്നു നിന്നത് അവിടെയല്ല. ഈ കമ്മിറ്റി, അതായത് ഈ സി സ്കോർ നോർമലൈസേഷൻ, ആ നിലയ്ക്ക് ആ കമ്മിറ്റി രൂപീകരിച്ചത് LDF സർക്കാരിന്റെ കാലത്താണോ UDF സർക്കാരിന്റെ കാലത്താണോ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. UDF സർക്കാരിന്റെ കാലത്താണെന്ന് അങ്ങേ കുറച്ച് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്ന് ഞാൻ ജ്യോതികുമാർ ചാമക്കാലയോട് ചോദിക്കും. നിങ്ങളിപ്പോ എത്ര ന്യായീകരിച്ചാലും UDFനെ വെള്ളപൂശാൻ ശ്രമിച്ചാലും UDFന്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ വന്ന് ഒരു വസ്തുതകളുമായി പുലബന്ധമില്ലാത്ത ആരോപണം ഉന്നയിച്ചാലും മന്ത്രിമാരടക്കമുള്ളവരെ ഈ ചർച്ചകളിൽ വന്നിരുന്ന ആക്ഷേപിച്ചാലും ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന്. നിങ്ങൾക്കറിയോ? 81 ലോകരാജ്യങ്ങളിലെ കുട്ടികളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമോ ഒരു ആരോപണമോ ഒരു മോശം അഭിപ്രായമോ പോലും ആർക്കുമില്ല. നല്ല ടീച്ചർ എന്ന നിലയ്ക്ക് തന്നെ പേരെടുത്ത ഒരാളാണ്. സ്നേഹത്തോടെ കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും ഇവിടെ ആരും വകവെച്ച് കൊടുത്തിട്ടില്ല, ആരും വഴിവെച്ച് കൊടുത്തിട്ടില്ല, ആരും ഒട്ട് വൈറ്റ് വാഷും ചെയ്തിട്ടില്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, 2011 മുതൽ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ 2011-16 എന്താ പ്രശ്നം അറിയാമോ? ഞാൻ പറഞ്ഞ പോയിന്റ് ജനങ്ങൾ കേൾക്കാതിരിക്കാനാണ് താങ്കൾ ഇടപെട്ടത്. ഇതൊന്നും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പറഞ്ഞോളൂ. ഞാൻ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കേൾക്കേണ്ട ഒരു പോയിന്റ് പറഞ്ഞപ്പോഴാണ് താങ്കൾ അതിൽ ഉപചോദ്യമായിട്ട് ഇടപെട്ടത്. അതായത് ഈ ലോകത്തിലെ ഭൂപടം എടുത്തു നോക്കിയാൽ നമുക്കൊരു 180 രാജ്യങ്ങളെയാണ് കാണാൻ കഴിയുക ലോക ഭൂപടത്തിൽ. അതിൽ 81 ലോക രാജ്യങ്ങളിലെ കുട്ടികളാണ് ഈ തവണ കേരള യൂണിവേഴ്സിറ്റിയിൽ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. താങ്കൾക്കറിയോ, 2620 കുട്ടികൾ ഈ തവണ കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 1879 കുട്ടികൾ, 64 ലോക രാജ്യങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ലോകത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുന്ന ഈ കേരളത്തെ കുറിച്ച് നുണ പ്രചരിപ്പിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഏറ്റവും കൂടുതൽ നുണപ്രചരണവുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് UDFന്റെ നേതാക്കന്മാർ. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു കുട്ടിയെയും ആശങ്കപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടല്ല ഈ പരിഷ്കാരം. കുട്ടികൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ്, മെറിറ്റാണ്, സമത്വമാണ്. CBSE കുട്ടികളെയും അതുപോലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെയും ഒരേപോലെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇച്ചിരി കാലതാമസം വന്നു, കോടതി ഇടപെട്ടു. അത് അടുത്ത വർഷം ഇംപ്ലിമെന്റ് ചെയ്യും. അവരുടെ മാർക്ക്, ആ മാർക്കിന് തുല്യ പരിഗണന അവർക്ക് കിട്ടുന്ന സാഹചര്യം ഇവിടെ ഉറപ്പുവരുത്തുക തന്നെ ചെയ്യും. എത്ര ആരോപണം ഉന്നയിച്ചുകൊണ്ട് UDF മുന്നോട്ട് പോയാലും. ശരി 2011-16 കാലം. ഞാൻ എന്തായാലും കോടതിയിൽ പോയിട്ടുള്ള വക്കീലായിട്ട് പോയിട്ടില്ല, വാദിയായിട്ടോ പ്രതിയായിട്ടോ ഒക്കെ പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇച്ചിരി അറിവ് കുറവുണ്ട്. പക്ഷേ ഒരു മന്ത്രി എത്ര ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും ഒരു ക്യാബിനറ്റിൽ പോയി ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇത്ര ലാഘവത്തോടെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കപ്പുറം അതിൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, ഒരു തർക്കവും വേണ്ട. ഇനി ഞാൻ വസ്തുതയിലേക്ക് വരാം. ഇവിടെ 2008 ശ്രീ MA ബേബിയാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. 2011 അക്കാഡമിക് ഇയറിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത കാര്യത്തിലും തർക്കം വേണ്ട. കാരണം സംസാരിക്കുന്ന തെളിവുകൾ നമ്മുടെ കൈവശമുണ്ട്. 2011 ഏപ്രിൽ മാസം അവസാനമാണ് ഈ സംസ്ഥാനത്ത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനെ സംബന്ധിച്ചും തെളിവുകൾ നമ്മുടെ കൈവശമുണ്ട്. എന്നിരിക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് 2 മാസം കഴിയുമ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ടിൻ്റെ ബേസിൽ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ മായാജാലമൊന്നുമില്ലല്ലോ. ശ്രീ MA ബേബി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റി, അന്നത്തെ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റി, ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് 4 വർഷം പഠിച്ചതിന് ശേഷം, വേണ്ടത്ര അവധാനതയോട് പഠിച്ചതിന് ശേഷം കൊണ്ടുവന്ന ഒരു റിപ്പോർട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തത്.
അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക മാത്രമായിരുന്നു UDF സർക്കാർ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. എന്നെ കേൾക്കുന്നവർക്ക് ഞാൻ രേഖകൾ, വസ്തുതകൾ, ഡേറ്റുകൾ വെച്ച് സംസാരിക്കാൻ തയ്യാറാണ്. ഇനി അദ്ദേഹം പറഞ്ഞു പിന്നെ എന്താ ഗ്ലോബൽ പിന്നെ എഡ്യൂക്കേഷൻ ഹബ്ബാണ് കേരളം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ്, അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. കാരണം ഈ അടുത്ത സമയത്താണ് സംസ്ഥാനത്ത് ഇതേ ഹൈക്കോടതി തന്നെ പറഞ്ഞത് കേരളത്തിലെ 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരില്ലാതായിട്ട് വർഷങ്ങളായി എന്ന്. ഈ സംസ്ഥാനത്തെ 66 ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 65 സ്ഥലത്തും പ്രിൻസിപ്പൽമാരില്ലാതായിട്ട് വർഷങ്ങളായി എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. ഞാനല്ല പറഞ്ഞ, പ്രതിപക്ഷമല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ 81 ലോക രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഇങ്ങനെ വിദ്യാർത്ഥികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഈ സംസ്ഥാനത്ത് നിന്ന് എത്ര ലക്ഷം കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നുണ്ട് താങ്കൾക്ക് അറിയാമോ? ഇവിടെ 2000 പേര് വന്ന കണക്ക് പറയുന്നു. എനിക്കറിയാം, ഞാൻ സിൻഡിക്കേറ്റിൽ ഇരുന്ന ആളാണ്. ഇറാനിൽ നിന്നും അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇവിടെ PhD ചെയ്യാനോ എന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ സംസ്ഥാനത്ത് നിന്ന് ഇപ്പോഴും ലക്ഷക്കണക്കിന് കുട്ടികളാണ് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾക്കൊന്ന് കമ്പയർ ചെയ്യാമോ? ഇങ്ങോട്ട് വന്നതിനേക്കാൾ എത്ര ഇരട്ടി പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന്? ഏകദേശം 10 ഇരട്ടിയിലധികം കുട്ടികൾ ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയുമോ? എന്നിട്ട് വന്നിട്ട് തള്ളുക ഇവിടെ ഇന്റർനാഷണൽ ഹബ്ബാക്കിയെന്ന്. ഇതൊന്നും അല്ലെന്ന് ഇങ്ങനെയൊന്നും അല്ല ഇന്റർനാഷണൽ. ആദ്യം പഠിപ്പിക്കാൻ അധ്യാപകരുണ്ടാകണം, പ്രിൻസിപ്പൽമാരുണ്ടാകണം, വൈസ് ചാൻസലർമാരുണ്ടാകണം, എന്നിട്ട് വേണം നിങ്ങൾ ഇന്റർനാഷണൽ ഹബ്ബാക്കാൻ. അപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ ഉപരിപഠനത്തിലേക്ക്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക്, എഞ്ചിനീയറിംഗിനും മെഡിസിനും ഒക്കെ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗിന് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്കെന്താ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ പഴയ രീതിയിൽ തന്നെ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നു. എന്നിട്ട് മന്ത്രി തന്നെ പറയുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയിക്കൊള്ളുന്നു. ആരെങ്കിലും കോടതിയിൽ പോയി വീണ്ടും ഈ അഡ്മിഷൻ തടസ്സപ്പെട്ടാൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ഈ സർക്കാർ തന്നെ അല്ലേ? ഈ സർക്കാർ അനവസരത്തിൽ കൊണ്ടുവന്നു. ഞാൻ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഇനി പിന്നെ അദ്ദേഹം പറഞ്ഞു എന്താ 2011 ഞങ്ങൾ കൊണ്ടുവന്ന ശരി ആയിക്കോട്ടെ. 2016 മെയ് മാസം 25-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ് പിണറായി വിജയൻ. 9.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 9.5 വർഷം സമയം പോരായിരുന്നോ നിങ്ങൾക്ക് ഒന്ന് മാറ്റാൻ? ഈ 9.5 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഏറ്റവും അവസാനം ഈ ഏപ്രിൽ തലേ ദിവസം ഇത്തരത്തിലൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മേടിച്ച് പിറ്റേ ദിവസം അത് ക്യാബിനറ്റിൽ വെക്കാതെ ഫയൽ കൈ വെച്ചിരുന്നിട്ട് ഒറ്റ ദിവസം ക്യാബിനറ്റിൽ വെക്കുന്നു. സമ്മർദ്ദമാകുമ്പോൾ പിറ്റേന്ന് രാവിലെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. അതിന് പിറകെ കോടതി പോകുന്നു, കേസാവുന്നു, വഴക്കാകുന്നു, അത് ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നു. ഇത്രയും ഒരു ദുരവസ്ഥ ഉണ്ടാക്കിയത് ആരുടെ പിടിപ്പുകേട് മൂലമാണ് സഖാവേ? അത് ചോദിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടുതലായി പരിഗണിക്കേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച പുതിയ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് 12,000-ഓളം വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും മികവിന്റെ ഉദാഹരണമാണ് എന്ന നിലയ്ക്ക് അവകാശപ്പെടുകയാണെങ്കിൽ നമുക്ക് സന്തോഷം. കേരള യൂണിവേഴ്സിറ്റി QS റാങ്കിങ്ങിലുള്ള നമ്മുടെ നില എത്രയാണ് എന്നത് സംബന്ധിച്ചുള്ള ധാരണ നമുക്ക് എല്ലാവർക്കും മാത്രമല്ല ഈ സംസ്ഥാനത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സീറ്റ് ഒഴിഞ്ഞ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമയബന്ധിതമായ പ്രശ്നങ്ങളൊക്കെയാണ്. QS റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 300-ന് മുകളിലാണ് നമ്മുടെ റാങ്കിങ്. 150 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ 300-ന് മുകളിലാണ് നമ്മുടെ റാങ്കിങ് എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ മെച്ചപ്പെടേണ്ടതാണ്, അതൊക്കെ പരിഹരിക്കേണ്ടതാണ്. നല്ല സിലബസും സമയബന്ധിതമായ പ്രവർത്തനങ്ങളും ഒക്കെ വേണ്ടതാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ മുന്നോട്ട് തന്നെയാണ് പോകേണ്ടത്. പക്ഷെ ഏറ്റവും മുന്നിൽ നമ്മളാണ് എന്ന് പറയുന്നിടത്താണ് ആ പറയുന്ന പ്രശ്നം. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിവാദങ്ങളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഹന്ന, കേൾക്കാമോ? ഹാനയിലേക്ക് ഞാൻ തിരികെ വരാം. ശ്രീ ഷനിത്ത്, ഇപ്പോ മുന്നിലുള്ള മാർഗം എന്താണ്? ഈ വർഷം ഇനി മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങളോ ഒന്നും സാധ്യമല്ല. അടുത്ത വർഷമെങ്കിലും ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സർക്കാർ ഒരുങ്ങുക എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായും ഞാനിപ്പോ പറയാൻ പോകുന്നത് നമ്മുടെ CBSE ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും ഈ പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെ എല്ലാവരും ഒരേപോലെയാണ്. സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെയൊക്കെ ഭാഗമായി സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിക്കുന്ന വലിയ താല്പര്യം എടുത്ത് പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി ഇത് മാറി. അപ്പൊ ഇനി ഇത് പരിഹരിക്കപ്പെടണമെന്നുള്ള മാർഗം എന്താ? അടുത്ത തവണത്തേക്ക് ഇപ്പൊ നേരത്തെ പോലുള്ള കാലതാമസം ഒഴിവാക്കി ഇപ്പൊ തന്നെ കുട്ടികളെ മുമ്പിൽ ഇത്തരം ഒരു നിസ്സഹായാവസ്ഥ എത്തുന്നതിന് മുമ്പായി ഇതിന്റെ സമഗ്രമായി കോടതിയെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള നിയമപരിഷ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാ അർത്ഥത്തിലും കുറ്റമറ്റ രൂപത്തിൽ എല്ലാവർക്കും തുല്യനീതി ലഭ്യമാക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. സർക്കാരിന്റെ വലിയ പ്രൊജക്റ്റാണ് പൊതുവിദ്യാഭ്യാസ യജ്ഞം. അപ്പൊ അതിന്റെ ഭാഗമായാണ് ഈ സ്റ്റേറ്റ് സ്കൂൾ സിലബസിലേക്ക് കുട്ടികളൊക്കെ യഥേഷ്ടം ചേരുന്നതും പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ. കെട്ടിടങ്ങൾ നന്നാവുന്നു, ഒരുപാട് കാര്യങ്ങൾ വലിയ മെച്ചം സംസ്ഥാനത്തുണ്ട്. പക്ഷെ അതേസമയത്ത് അതോടൊപ്പം നമുക്ക് ഈ കുട്ടികളുടെ ആശങ്കകൾ പരിഹരിച്ച്
ഇവർക്ക് തുല്യനീതി, എല്ലാവരും പൗരന്മാരല്ലേ, അതെല്ലാവർക്കും തുല്യനീതി കിട്ടും. അപ്പൊ ഭരണഘടന കോടതി പോലും പരിഗണിക്കാത്ത ഒരവസ്ഥയുണ്ടായി ഇപ്രാവശ്യം. അപ്പൊ അടുത്ത തവണ അതില്ലാതെ എല്ലാവർക്കും ഒരേപോലെ പോകാൻ പറ്റുന്ന ഒരു തീരുമാനത്തിലേക്കും അത് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനുള്ള നിലപാടുകൾ സർക്കാർ ഇപ്പോൾ തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ശരി, ഹന്ന, എന്താണ് സർക്കാരിനോടും നമ്മുടെ മന്ത്രിയോടും ഒക്കെ പറയാനുള്ളത്? ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത്രയും ബാക്കിലോട്ട് പോയത്. ഇപ്പൊ സ്റ്റേറ്റ് സിലബസിൽ നമ്മളിപ്പോ ഒരാള് 360 ഔട്ട് ഓഫ് 360 മാക്സിമം ഒരാളുടെ മാക്സിമം സ്കോർ ചെയ്താൽ പോലും ഒട്ടും റാങ്ക് മുമ്പിൽ എത്താൻ പറ്റില്ല. ഇപ്പൊ ഇപ്പം ഫസ്റ്റ് വന്ന റാങ്കിനേക്കാൾ ഒരു 4000-5000 അത് ഓരോരുത്തർക്കും ഓരോ വേരിയേഷൻ ഡിഫറെന്റ് എല്ലാവർക്കും വന്നിരിക്കുന്നത്. അപ്പൊ എത്ര നമ്മൾ മാക്സിമം സ്കോർ ചെയ്താൽ പോലും ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് പഠിച്ചെന്ന് ഒറ്റ കാരണം കൊണ്ട് മാത്രം അത് ബാക്കിലോട്ട് പോവാ. അല്ലാതെ വേറെ നമ്മുടെ എൻട്രൻസിന്റെ മാർക്കിനെ ഒന്നും ബാധിക്കുന്നില്ല. ഈ സ്റ്റേറ്റ് സിലബസ് നമ്മൾ പഠിച്ച സിലബസിനെ അവിടെ വരുന്നത്. രണ്ടാമത്തെ റാങ്ക് വന്നപ്പോൾ ഓരോരുത്തർക്ക് ഡിഫറൻസ് വന്നത് അവര് പഠിച്ചത് ഇയറും അതുപോലെ സിലബസും. അപ്പൊ സ്റ്റേറ്റ് സിലബസ് പഠിച്ചുകൊണ്ട് അത് ഒരുപാട് മാർക്ക് റാങ്ക് പുറകോട്ട് പോയി. ശരി, അത് പരിഹരിക്കണമെന്നുള്ള ആവശ്യമാണ് കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. അടുക്കൽ കേസ് നമുക്ക് ഒറ്റ മിനിറ്റ് ഞാൻ അങ്ങക്ക് ഈ കേന്ദ്ര ഗവൺമെന്റ് കേരള യൂണിവേഴ്സിറ്റിക്ക് കൊടുത്ത ഈ രാജ്യത്തെ 9ാം റാങ്കാണ് സർവകലാശാലകളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള റാങ്കിന്റെ കോപ്പി അങ്ങ് അയച്ചിട്ടുണ്ട്. താങ്കൾ ഏതോ ഒരു പരാമർശം 300 എന്ന് പറഞ്ഞു. ഈ 13 സർവകലാശാലകൾ ഈ ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള തലത്തിലുള്ളതാണ്. നമ്മൾ അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഈ നാഷണൽ തലത്തിലല്ല, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്കിന് കീഴിൽ വരുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ളതാണ്. അത് ആഗോള തലത്തിൽ ഇങ്ങോട്ട് കണ്ടുപിടിച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു. ഒറ്റ മിനിറ്റ്. അല്ല അത് നോക്കി, രാജ്യത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ 9ാം സ്ഥാനം ഈ കൊച്ചു കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയത് വലിയ കുറവായിട്ടാണോ നിങ്ങൾ? ആഗോള റാങ്കിംഗ് ആണ് അങ്ങ് ഇപ്പോൾ പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. രണ്ടും ഡിഫറെന്റ് ആണ്. നമ്മുടെ രാജ്യത്തിൽ 9ാം സ്ഥാനം, നമ്മുടെ രാജ്യത്തിൽ പോലും 9ാം സ്ഥാനം. ഞാൻ എന്താ പറഞ്ഞ പോലും നിങ്ങൾ ഉപയോഗിക്കുന്ന പോലും ഉണ്ടല്ലോ, അതാണ് അവിടെയാണ് പ്രശ്നം. 2620 കുട്ടികൾ ഈ ലോക രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു, ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നു എന്ന് പറയുന്നത് എന്താണ്? കേരളത്തോട് ഒറ്റ ദിവസം ഈ സംസ്ഥാനത്ത് ഒരു ഏജൻസി മാത്രം 8000 കുട്ടികളെ വിദേശത്ത് കൊണ്ടുപോയി താങ്കൾക്ക് അറിയാമോ? ചിത്രീകരിക്കാനൊന്നും നോക്കണ്ട. ഇന്ത്യയിൽ 9ാം റാങ്കിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആഗോള തലത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ ക്യൂസ് റാങ്കിംഗ് എന്ന് പറഞ്ഞുള്ളൂ. വിദേശത്തേക്ക് പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എടുത്താൽ സംസ്ഥാനത്ത് ഞങ്ങൾ ആരും കേരള യൂണിവേഴ്സിറ്റി മോശപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഈ ചർച്ചയിലുള്ള ഒരു പാനലിസ്റ്റും പറഞ്ഞിട്ടില്ല. ഞാൻ കേരള യൂണിവേഴ്സിറ്റി മോശമാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. 9ാം റാങ്കിംഗ് എന്ന് പറഞ്ഞത് അങ്ങാണ്, അത് ദേശീയ തലത്തിലാണ്. അങ്ങ് പറഞ്ഞ അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാണെന്നാണ്. അപ്പോഴാണ് ക്യൂസ് റാങ്കിംഗ് ഇതാണ് റാങ്ക് എന്ന് പറഞ്ഞത്. അങ്ങ് ദേശീയ തലം എന്നല്ല പറഞ്ഞത്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അല്ല, അരുൺകുമാർ പറയട്ടെ. ഞാൻ പറഞ്ഞത് 81 ലോകരാജ്യങ്ങളിലെ കുട്ടികൾ വന്ന് പഠിക്കുന്നു എന്ന് കൃത്യമായിട്ടുള്ള കണക്കാണ് പറഞ്ഞത്. ഒറ്റ കാര്യം, എണ്ണം എടുത്താൽ ആദ്യത്തെ 10 സംസ്ഥാനത്തിൽ ഒറ്റമിട്ട് എന്താണ് ഈ ലോകത്തേക്ക് വിദേശത്തേക്ക് കുട്ടികൾ പോകുന്ന എണ്ണം, സംസ്ഥാനങ്ങളുടെ എണ്ണം എടുത്താൽ ആദ്യത്തെ 10 റാങ്കിങ്ങിൽ കേരളമുണ്ടോ? കേരളമുണ്ടോ? അതുപോലെ ഇങ്ങോട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് 10 സംസ്ഥാനങ്ങൾ എടുത്താൽ കേരളമുണ്ടോ? ഇല്ല. 10 വിദേശത്ത് നിന്ന് നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന ഇവിടെ ആരും ഒരു നുണയും പറഞ്ഞില്ല. കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നുണ്ട്, കേരളത്തിലേക്കും വരുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്ന സംസ്ഥാനം കേരളമാണെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. ലോകം മുഴുവനുള്ള കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് നാഷണൽ ഫ്രെയിംവർക്കിന് കീഴിലുള്ളതല്ല, ആഗോള തലത്തിലുള്ള റാങ്കിങ്ങിലെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ കേരള വിരുദ്ധതയൊന്നും ഇവിടെ പ്രചരിപ്പിക്കാൻ ആരും നോക്കിയിട്ടില്ല. അത് ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ കേരള വിരുദ്ധരായി ചിത്രീകരിക്കുക എന്നുള്ളത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.